കർണനെ ഇങ്ങനെ പുകഴ്ത്തുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നല്ലതാണ്, കർണൻ നല്ലതാണ്, നന്നായിട്ട് ദാനം ചെയ്യുന്നതാണ്. പക്ഷെ ഈ കർണനെ ആര് കൊന്നു? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തേരിന്റെ ചക്രം താഴേക്ക് ചളിയിൽ ആണ്ടുപോയപ്പോൾ കർണൻ ഉയർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, തക്കവസരമാണ്, ഇപ്പൊ കൊല്ലണം ഇവനെ. ആ സമയത്ത് കർണൻ തിരിഞ്ഞിരുന്ന് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നു, നിരായുധനായി നിൽക്കുന്ന ഒരാളെ, തേരിന്റെ ചക്രം ചെളിയിൽ പൂണ്ടുപോയി അത് ഉയർത്തുവാൻ പരിശ്രമിക്കുന്ന നിരായുധനായ ഒരാളെ ആയുധം കൊണ്ട് കൊല്ലുന്നത് ശരിയാണോ കൃഷ്ണ? അതിന് ഭഗവാൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്റെ ഒക്കെ ഡയലോഗില്ലേ സിനിമയില്ല, അതിനേക്കാൾ എത്രയോ കരുത്തുറ്റ ഡയലോഗാണ്. ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയ അധ്യക്ഷൻ, പ്രിയ സജ്ജനങ്ങളെ, ഏവർക്കും സാദര നമസ്കാരം. നമ്മൾ ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് സദസ്സിൽ ആള് കുറഞ്ഞാൽ എനിക്ക് യാതൊരു നിരാശയുമില്ല. കാരണം നമ്മളൊരു മതമല്ല. സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ അവിടത്തേക്ക് ഓടി ചെല്ലില്ല. നരകം കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കൊണ്ട് പേടിയുമില്ല. നമ്മുടെ വിശ്വാസത്തിൽ സ്വർഗമൊക്കെ ഉണ്ട്. പക്ഷെ ദേവലോകത്തെ രാജാവായ ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യയെ തേടി ഭൂമിയിലേക്ക് വന്നു. എന്ന് വെച്ചാൽ ഒരു മനുഷ്യ സ്ത്രീയേക്കാൾ 10,000 ഇരട്ടി സൗന്ദര്യമുണ്ട് ഒരു ദേവസ്ത്രീക്ക്. അവിടെയാണ് രംഭ, തിലോത്തമ, ഉർവശി, മേനക ഒക്കെ കിടക്കുന്നത്. ഇവരെ ഒന്നും മതിയാകാഞ്ഞിട്ട് ദേവന്മാരുടെ രാജാവ് മനുഷ്യ സ്ത്രീയായ അഹല്യയെ തേടി വന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആചാര്യന്മാർ പറയും, ന ജാതു കാമ കാമാനാം ഉപഭോഗേന ശമ്യതി. ഇന്ദ്രിയപരമായ ഭോഗങ്ങൾ കൊണ്ട് ആഗ്രഹങ്ങൾ ശമിക്കുന്നില്ല. കത്തിയാളുന്ന അഗ്നിയിലേക്ക് നെയ് കോരി ഒഴിക്കുന്തോറും അഗ്നി ആളി കത്തിക്കൊണ്ടേയിരിക്കും. ഇത് പഠിപ്പിക്കാനാണ് ദേവേന്ദ്രൻ ഭൂമിയിൽ വന്നിട്ട് അഹല്യയെ പ്രാപിച്ചു എന്ന കഥ രാമായണത്തിൽ നമ്മൾ വായിച്ചത്. ഹിന്ദുക്കളായ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ വിശ്വാസങ്ങളിൽ വൈവിധ്യമുണ്ട്. കുട്ടിച്ചാത്തൻ, കരിങ്കുട്ടിച്ചാത്തൻ, കാളി, ഭദ്രകാളി, ഭഗവതി, ഗുരുവായൂരപ്പൻ, കാടാമ്പുഴ ഭഗവതി, അങ്ങനെ തുടങ്ങി 33 കോടി ദൈവങ്ങളാണ് നമുക്കുള്ളത്. എന്തിനാണ് ഇത്രയേറെ ദൈവങ്ങൾ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നവരുണ്ട്. കാരണം നമ്മളൊരു 100 പേർ ഒന്നിച്ചു ചേർന്നാൽ 100 പേർ ഒരുപോലെയല്ല. നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, പക്ഷെ നമ്മളെല്ലാം ഒരുപോലെയല്ല. ചില ആളുകൾ പറയും ഒരാളെ പോലെ 7 പേരുണ്ടെന്ന്. ഒരാളെ പോലെ 7 പേരില്ല. ഒരാളെ പോലെ ഈ ലോകത്ത് ഒരാളേ ഉള്ളൂ. ഇരട്ടകൾ പോലും, നിങ്ങളുടെ നാട്ടിൽ ഒരു ഇരട്ടയെ കണ്ടാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് വരും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സുരേഷാണ്, ഇത് അനീഷാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇരട്ടകൾക്ക് പോലും വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ, ഹൈന്ദവ സമൂഹം, നമ്മുടെ ധർമ്മം ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആചാരങ്ങളുടെ ഭാഗമായിട്ട്, വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഹിന്ദുക്കൾ അറിയുമ്പോൾ ചില കാര്യങ്ങൾ ഈ ഒരു പ്രഭാതത്തിൽ ചർച്ച ചെയ്യുക എന്നത് മാത്രമാണ്. ഇവിടെ ഒരു വിഷയം വെച്ചിട്ടുണ്ട്, ഭഗവത്ഗീത നാം എന്തിനു പഠിക്കണം. നാളെ പൊങ്കാലയാണ്. നമുക്ക് പൊങ്കാല അടുപ്പ് തിളച്ചു മറിയുമ്പോൾ വിശ്വാസികളായ ഓരോ ഭക്തയുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നന്മകളുടെ തിളച്ചു മറിയൽ എന്നാണ്. ഭഗവതി എന്ന് പറയുന്നത് നമ്മുടെ ദേവീ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനമാണ്. 33 കോടി ദൈവങ്ങളിൽ നമ്മുടെ ദൈവങ്ങളിൽ ഒരു 60% സ്ത്രീ ദൈവങ്ങളാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കിയാൽ മറ്റു പല മേഖലകളിലും സ്ത്രീക്ക് സംവരണം കുറവായും എങ്കിലും ദൈവങ്ങളുടെ കൂട്ടത്തിൽ സംവരണം നിങ്ങൾക്കാണ് കൂടുതൽ. 50%-ലധികം സ്ത്രീ ദൈവങ്ങളാണ്. സ്ത്രീ ആയി പോയി എന്നതിന് ഒരു തടസ്സവും ഭാരതത്തിലില്ല. പക്ഷെ സ്ത്രീക്ക് ഏതെങ്കിലും മേഖലയിൽ ഉയരുവാൻ ഇന്ന് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം സ്ത്രീ തന്നെയാണ്. നമ്മുടെ രാഷ്ട്രപതി സ്ത്രീയാണ്. ഭാരതം കണ്ട ഏറ്റവും ശക്തമായ പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് ഇന്ദിരാഗാന്ധി, സ്ത്രീയാണ്. ഈ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൽ നമ്മുടെ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ സ്ത്രീയാണ്. അവരിത് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. മോദിജി പ്രധാനമന്ത്രി പദത്തിലേക്ക് പോയപ്പോൾ ഗുജറാത്ത് ഏൽപ്പിച്ചത് ആനന്ദിബെൻ പട്ടേൽ എന്ന സ്ത്രീയുടെ കയ്യിലാണ്.
വസുന്ധരാജ് സിന്ധ്യയും ജയലളിതയും മമതാ ബാനർജിയും ഉമാ ഭാരതിയും എല്ലാം ഹിന്ദു സ്ത്രീകളാണ്. ഇവരെല്ലാം ഓരോ സംസ്ഥാനത്ത് ഭരിച്ച മുഖ്യമന്ത്രിമാരായിരുന്നു. അപ്പൊ രാഷ്ട്രപതിയാകുവാനും പ്രധാനമന്ത്രിയാകുവാനും രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകുവാനും മുഖ്യമന്ത്രിയാകുവാനൊന്നും ഹിന്ദു സ്ത്രീകൾക്ക് ഒരു വിലക്കും കൽപ്പിച്ചിട്ടില്ല. എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ടൗണിലെ ഒരു നിയമസഭാ സീറ്റിൽ ഒരു മുസ്ലിം സ്ത്രീ മത്സരിച്ചു. അത് പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം സ്ത്രീ മത്സരിച്ചത് പത്രത്തിൽ വാർത്തയാകുമ്പോൾ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയും രാഷ്ട്രപതിയും എല്ലാം സ്ത്രീകളാകുന്ന ഹിന്ദു സ്ത്രീകളാകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നാം അഭിമാനിക്കുക നമ്മൾ ഹിന്ദുക്കളാണ് എന്ന്. ഞങ്ങൾ കുറച്ച് മാസം മുമ്പ് കോട്ടയത്തേക്ക് തന്നെ വരിക ട്രെയിനിൽ. അപ്പം ഞങ്ങൾ ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് 3 പെൺകുട്ടികൾ വന്നിരുന്നു. ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ തട്ടം ഇങ്ങനെ ഇടക്കിടക്ക് വലിച്ച് താഴ്ത്തുന്നുണ്ട്, അവളുടെ മുടി മറ്റുള്ളവർ കാണാതിരിക്കാൻ. ഹിന്ദു പെൺകുട്ടി പാൻറ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല. അങ്ങനെയാണ് കോലം. അതിൽ നമ്മൾ ഇടപെടാൻ പാടില്ല, അവളുടെ സ്വാതന്ത്ര്യമാണത്. പാൻറ് മേടിച്ചിട്ട് കീറിപ്പറഞ്ഞ പാൻറ് ഇടുവാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട്, അത് വസ്ത്ര സ്വാതന്ത്ര്യമാണ്. അവരുടെ മുടി ഇങ്ങനെയൊക്കെ ഷോക്കടിച്ചതുപോലെയൊക്കെ വെക്കാൻ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഈ കീറിപ്പറഞ്ഞ പാൻറ് ഇട്ടിട്ട് അവൾ ചോദിക്കുകയാണ് ഹിന്ദുവായതിൽ അഭിമാനിക്കാൻ ഇപ്പം എന്താ ഉള്ളത്. അതാണ് പ്രശ്നം. അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനും അവൾക്ക് അമ്പലത്തിൽ പോകാനും അവൾക്ക് പോകാതിരിക്കുവാനും ശ്രീരാമനെ ആരാധിക്കുവാനും ശ്രീരാമനെ വിമർശിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യം നൽകിയിട്ട് അവൾ ചോദിക്കുകയാണ് ഹിന്ദുവായതിൽ ഇപ്പം എന്താ പ്രത്യേകിച്ച് അഭിമാനിക്കാനുള്ളത് എന്ന്. അതാണ് അഭിമാനിക്കാനുള്ളത്. നിനക്ക് അമ്പലത്തിൽ പോകാതിരിക്കുവാനും പോകുവാനും, നിനക്ക് രാമനെ ആരാധിക്കുവാനും നിഷേധിക്കുവാനും. ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിച്ചു വാൽമീകി മഹർഷി എന്ന്. ആയുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥം എഴുതിയ ചരകനെ ഹിന്ദുക്കൾ വിളിച്ചു ചരക മഹർഷി എന്ന്. കാമശാസ്ത്രം എഴുതിയ വാത്സ്യായനെയും മഹർഷി എന്ന് വിളിച്ച് ഹിന്ദു നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിച്ചത് മഹർഷി എന്നാണ്. നിങ്ങൾക്ക് ദൈവത്തെ ശാസ്ത്രീയമായിട്ടൊന്ന് വിമർശിക്കണമോ, നിങ്ങൾ ഹിന്ദു ആയിരിക്കണം. നിങ്ങൾ ചാർവാക സംഹിത പഠിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തെ കൃത്യമായിട്ട് വിമർശിക്കാം. അതുകൊണ്ട് ചാർവാകൻ പറയും, കയ്യിൽ പണം ഉണ്ടെങ്കിൽ നെയ്കൂട്ടി ഭക്ഷണം കഴിച്ചോ, വീണ്ടും ഒരു പുനരാഗമനം ഹുദ, വീണ്ടും ഒരു മടങ്ങി വരവ് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നമ്മൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരല്ലേ. അപ്പൊ നമ്മളോട് ചാർവാകൻ പറയാണ്, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നെയ്കൂട്ടിയിട്ട് ഉണ്ടോളൂ, വീണ്ടും ഒരു മടങ്ങി വരവ് നീ പ്രതീക്ഷിക്കണ്ട എന്ന് പറയുന്ന യുക്തിവാദം പിറന്ന ആ ആചാര്യനെയും മഹർഷി എന്ന് വിളിക്കുന്നവരാണ് ഹിന്ദു. നമ്മൾ ഒരിക്കലും ഒരു ശാസ്ത്രകാരനെ കൊന്നിട്ടില്ല. ഗലീലിയോ പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ് എന്ന്. അദ്ദേഹത്തെ കല്ലെറിഞ്ഞൊടിച്ചപ്പോൾ ബ്രൂണയെ കുരിശിലേറ്റിക്കുന്നു. ബൈബിളിനെ ചോദ്യം ചെയ്ത് 1200 ശാസ്ത്രകാരന്മാരെയാണ് ഇന്നത്തെ യൂറോപ്പ് കൊന്നുകളഞ്ഞത്. പക്ഷെ ഭാരതം ഒരിക്കലും ഒരു ശാസ്ത്രകാരനെ കൊന്നിട്ടില്ല. സ്വന്തം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ആയുധം കയ്യിലെടുത്തിട്ടില്ല. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്നു ഗാന്ധാര ദേശം, ഇന്ന് അഫ്ഗാനിസ്ഥാനമാണ്. പാഞ്ചാല ദേശം ഇന്നത്തെ പാകിസ്ഥാൻ, ബംഗാളദേശം ഇന്നത്തെ ബംഗ്ലാദേശ്, ബർമ്മ പ്രദേശം അതിന്നത്തെ മ്യാൻമാർ. അതുകൊണ്ടാണ് കവി പാടിയത്, മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞറ്റു വീണു മനോരമ്യ ലങ്ക, മഹാദേവി നിൻ കാലിലെ പൊൻചിലങ്കായി. ലങ്ക കുബേരന്റെ സാമ്രാജ്യമായിരുന്നു. സ്വർണം കൊണ്ടാണ് ഈ ലങ്ക ഉണ്ടാക്കിയത് പോലും. ആ ലങ്കയിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ലോകത്തോട് കൈനീട്ടുമ്പോൾ ഭാരതം വാരിക്കോരി കൊടുക്കുകയാണ്. ഭാരതം അഫ്ഗാനിസ്ഥാനും കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും എന്ത് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഭാരതീയർ. അതുകൊണ്ടാണ് എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം മഹാദാനം എന്ന് പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരാൾ വിശന്നു പൊരിയുമ്പോൾ നിങ്ങളുടെ ക്ഷേത്രം ക്ഷയത്തിൽ നിന്നും രക്ഷിക്കുന്ന കേന്ദ്രത്തിൽ ആദ്യം ഭക്ഷണം കൊടുക്കണം. വെട്ടാൻ വരുന്ന പോത്തിനോടും വിശക്കുന്ന വയറിനോടും നിങ്ങൾ വേദാന്തം പറയരുത്, അവർക്ക് മനസ്സിലാവില്ല. വിശപ്പടങ്ങിയാൽ മാത്രമേ ഭക്തി മനസ്സിലുണ്ടാവുള്ളൂ. അപ്പൊ സാമാന്യ ജനതക്ക്, അതുകൊണ്ടാണ് വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മൾ എത്ര പേര് അമ്പലത്തിൽ പോയി എന്ന് എനിക്കറിയില്ല. എന്തായാലും വെള്ളപ്പൊക്കത്തിൽ നീന്തിയിട്ടൊന്നും ആളുകൾ അമ്പലത്തിൽ പോകാൻ സാധ്യതയൊന്നുമില്ല. അപ്പം വയറ് നിറഞ്ഞിരിക്കുമ്പോഴും മനസ്സ് ശാന്തമാകുവാനും വേണ്ടി നാം ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് ക്ഷേത്രം എല്ലാം തരുന്നു എന്നുള്ളതാണ്. എന്താണ് ക്ഷേത്രം നമുക്കെല്ലാം നൽകുന്നു എന്ന് പറയുന്നത്? എനിക്കൊരു 10 ലക്ഷം രൂപയുടെ കടയുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഭഗവതിയുടെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നു, ഭഗവതി ഈ 10 ലക്ഷത്തിന്റെ കടമൊന്ന് മാറ്റി കിട്ടണമെന്ന്. ഭഗവതി ഏൽക്കുമോ ഞാൻ കൊടുക്കാനുള്ള പൈസ? ഇല്ല. ഞാനുണ്ടാക്കിയ കടം ഞാനായിട്ട് വീട്ടണം, അതിന് പണിക്ക് പോകണം. പരീക്ഷയുടെ തലേദിവസം ഒന്നും പഠിച്ചില്ല, ഒറ്റ പ്രാർത്ഥനയാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണയും ഭഗവതിക്ക് കൊടുത്തുകൊണ്ട് പരീക്ഷ എന്നെ പാസ്സാക്കി തരണമേ എന്ന്. ഭഗവതി പരീക്ഷ പാസ്സാക്കുമോ? ഇല്ല. അതിന് പുസ്തകം പഠിക്കണം. മൊബൈൽ കൊണ്ട് കളിച്ചാൽ ശരിയാവില്ല, പുസ്തകം പഠിക്കണം.
നമ്മളെ ഉയർത്തുന്നത് നമ്മളാണ്. അത് ഗീതയിൽ പറയും. എന്തിന് നാം ഭഗവത്ഗീത പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഗീതയിൽ ഭഗവാൻ പറയുന്നു, ഉദ്ധരേത് ആത്മനാത്മാനം. നിന്നെ ഉയർത്തുന്നത് നീയാണ്, നിന്നെ താഴ്ത്തുന്നതോ അതും നീയാണ്. നിന്റെ ബന്ധു ആരാണ്? അത് നീയാണ്. നിന്റെ ശത്രുവോ അതും നീയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ ഉയർച്ചക്കാരനക്കാരാണ് നമ്മൾ തന്നെയാണ്. നമ്മുടെ താഴ്ചക്കാരനക്കാരാണ് നമ്മളാണ്. നമുക്ക് എന്തേ A+ കിട്ടിയാൽ കാരണം നമ്മൾ പഠിച്ചു. നമുക്ക് എന്തേ എല്ലാത്തിലും D ആയിപ്പോയത്? നമ്മൾ പഠിച്ചില്ല. അതിന് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് എന്തിന് നാം ഭഗവത്ഗീത പഠിക്കണം? നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. സുഖമുണ്ട്, ദുഃഖമുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ജയമുണ്ടെങ്കിൽ പരാജയമുണ്ട്, ഇരുട്ടുണ്ടെങ്കിൽ രാത്രിയുണ്ട്, രാത്രിയുണ്ടെങ്കിൽ പകലുണ്ട്, കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട്. അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയും, സുഖ ദുഃഖ സമയകൃത്വ ലാഭാലാഭവും ജയാജയോ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി എന്ന്. സുഖദുഃഖ ലാഭനഷ്ട ജയപരാജയമായ സമ്മിശ്രമായ ഈ ജീവിതത്തെ സമബുദ്ധിയോടുകൂടി കാണൂ അർജുന. അർജുനനോട് പറഞ്ഞു. ആരാണ് അർജുനൻ? പാണ്ഡവന്മാരിൽ മൂന്നാമൻ, കുന്തിദേവിക്ക് ഇന്ദ്രനിൽ പിറന്ന പുത്രൻ, വിശ്വവിഖ്യാതനായ അസ്ത്രധാരി, ഗാന്ധീവം സ്വന്തമായുള്ളവൻ, ആവനാഴിയിൽ ഒടുങ്ങാത്ത അമ്പ് ഒടുങ്ങാത്ത ആവനാഴിയുള്ളവൻ, പാശുപതാസ്ത്രം സ്വന്തമായുള്ളവൻ. ഇദ്ദേഹം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിന് വന്നു. എത്ര വർഷം മുമ്പ് എന്നറിയണ്ടേ? 5124 വർഷമാണ് ഹിന്ദുക്കളുടെ കലണ്ടറിൽ നമ്മളിങ്ങനെ കലണ്ടർ പറയുന്നത്. 2023 ആഫ്റ്റർ ക്രിസ്തുവിന് ശേഷം 2023 വർഷത്തിൽ നമ്മൾ ജീവിക്കുന്നു. മുഹമ്മദിന് ശേഷം 1445 കലണ്ടർ, കൊല്ലവർഷം 1198. അങ്ങനെയെങ്കിൽ ലോകത്തിൽ ഹിന്ദുവിന്റെ വർഷേതാ? ഭഗവാൻ ശ്രീകൃഷ്ണനു ശേഷം 5124. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മളാണ് 2023 പൂത്തിരി കത്തിച്ചത്. നമ്മുടെ സ്വന്തം കലണ്ടർ 5124 വർഷം പഴക്കമുള്ള കലണ്ടർ സ്വന്തമായിട്ടുള്ള ഹിന്ദു ഇത് തിരിച്ചറിയാതെ 2023 വെടിമരുന്ന് പ്രയോഗം നടത്തുന്നു. ഹാപ്പി ന്യൂ ഇയർ. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ തിരിച്ചറിവുണ്ടാവണം. ഭഗവാൻ ശ്രീകൃഷ്ണനു ശേഷം കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം ഭഗവാൻ 36 വർഷമാണ് ജീവിച്ചത്. അപ്പൊ 5124 + 36 = 5160. അപ്പം ഭഗവത്ഗീത ഉപദേശിച്ചിട്ട് 5160 വർഷം. 5160 വർഷങ്ങൾക്ക് മുമ്പ് ഇത് എവിടുന്ന് ഉപദേശിച്ചു? ചുട്ടുപൊള്ളുന്ന ഒരു യുദ്ധഭൂമിയിൽ 42 ലക്ഷം ആളുകൾ യുദ്ധത്തിനു വേണ്ടി മുഖാമുഖം നിൽക്കുന്നു. ഒരു ഭാഗത്ത് 7 അക്ഷൗണിപ്പട, മറുഭാഗത്ത് കൗരവപക്ഷത്ത് 11 അക്ഷൗണിപ്പട. ഒരു അക്ഷൗണിയിൽ എത്ര ആന, എത്ര തേര്, എത്ര കുതിര, എത്ര കാലാൽപ്പട എന്നൊരു കണക്കുണ്ട്. എൻ്റെ കയ്യിലുണ്ട്, മറന്നുപോയി. ഇങ്ങനെ 42 ലക്ഷം ആളുകൾ അതിലുണ്ട്. 10,000 ആനയും കുതിരയും തേരും ഉണ്ട്. ഇവർ മുഖാമുഖം യുദ്ധത്തിന് നിൽക്കുമ്പോൾ പാണ്ഡവ പക്ഷത്ത് 5 പേരിൽ 2 പേരിലാണ് വിജയപ്രതീക്ഷ. അതൊന്ന് അർജുനാണ്, മറ്റേത് ഭീമനാണ്. കൗരവ പക്ഷത്ത് 3 പേരാണ് അതിഗംഭീര പോരാളികൾ. അതൊന്ന് കർണനാണ്, ഒന്ന് ദ്രോണാചാര്യരാണ്, ഒന്ന് ഭീഷ്മാചാര്യരാണ്. പാണ്ഡവ പക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ കമാൻഡർ ഇൻ ചീഫ്, അതായത് അതിന്റെ സേനാനായകൻ അർജുനനല്ല, ദൃഷ്ടദ്യുമ്നാണ്. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ അർജുനൻ യുദ്ധം വിജയിപ്പിക്കുമെന്നാണ്. മുമ്പ് അർജുനൻ മഹേശ്വരനോട് യുദ്ധം ചെയ്ത ആളാണ്. സാക്ഷാൽ ശിവഭഗവാനോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, കാട്ടാള വേഷത്തിൽ ഭഗവാൻ വന്നപ്പോഴെന്ന് മാത്രം. അതിനു മുമ്പ് അഗ്നിക്ക് ഗാണ്ഡവവനം ദഹിപ്പിക്കാൻ വേണ്ടി ഇന്ദ്രൻ മഴ പെയ്യിച്ചപ്പോൾ അസ്ത്രം കൊണ്ട് പന്തലൊരുക്കിയ ആളാണ് സാക്ഷാൽ അർജുനൻ. അപ്പൊ ഈ അർജുനന്റെ കേളി ലോകം മുഴുവൻ പരന്നതാണ്. അതുകൊണ്ട് അർജുനൻ ഈ യുദ്ധം വിജയിപ്പിക്കും എന്നതാണ് പാണ്ഡവ പക്ഷത്തിന്റെ പ്രതീക്ഷയും അവരുടെ സ്വപ്നവും. അങ്ങനെ യുദ്ധഭൂമിയിൽ വന്നു. യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ ദൂതുമായിട്ട് പോയി. രാജ്യത്തിന്റെ പാതി ചോദിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നുണ്ട്, ഇത് അറിയാത്ത കളി കളിച്ചിട്ടല്ലേ ഇത് നഷ്ടപ്പെട്ടു പോയത്. കറക്റ്റാ. ശകുനി കള്ളച്ചൂതൊന്നും കളിച്ചിട്ടില്ല. പക്ഷെ യുധിഷ്ഠിരന് ശകുനിയെ വെല്ലുവാൻ ആവശ്യമായ ചൂതിലെ വൈദഗ്ധ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ചെസ് കളിക്കുന്നു. എനിക്ക് ചെസ് കളിക്കുന്ന അറിയാം. പക്ഷെ ഞാൻ ലോക ചാമ്പ്യനോടാണ് ചെസ് കളിക്കുന്നതെങ്കിൽ ഞാൻ 1 മിനിറ്റ് കൊണ്ട് തോക്കും.
പക്ഷെ ലോക ചാമ്പ്യനായ വ്യക്തി ചെസ് കളിക്കുന്ന സമയത്ത് കുതിര പോകേണ്ട ഒരു ദിശയുണ്ട്, ആനക്ക് സഞ്ചരിക്കേണ്ട ഒരു ദിശയുണ്ട്, തേരിന് സഞ്ചരിക്കേണ്ട ഒരു ദിശയുണ്ട്. ആ ദിശയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അയാൾ ഒരു നീക്കം നടത്തിയാൽ അത് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റില്ലേ? പറ്റും. അപ്പൊ കള്ളച്ചൂതല്ല കളിച്ചത്. ശകുനിയോട് ചൂത് കളിച്ച് തോൽപ്പിക്കുവാൻ എനിക്ക് വൈദഗ്ധ്യം ഉണ്ടായിരുന്നില്ല, ദുര്യോധനോട് കളിക്കാമായിരുന്നു. ദുര്യോധനൻ പറഞ്ഞു എനിക്ക് വേണ്ടി എൻ്റെ അമ്മാവൻ കളിക്കുന്നു. ദുര്യോധനാണ് വെല്ലുവിളിച്ചത്. പക്ഷെ ദുര്യോധനൻ പറഞ്ഞു എനിക്ക് വേണ്ടി കളിക്കാൻ എൻ്റെ അമ്മാവനായിരിക്കും. അപ്പോൾ യുധിഷ്ഠിരൻ പറയണമായിരുന്നു അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ കളിക്കും എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷേ യുധിഷ്ഠിരൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഞാൻ തന്നെ കളിക്കും. ഞാനൊരു സംഭവമാണ് എന്നാലും തെറ്റിദ്ധരിച്ചു. ഇക്കാര്യത്തിൽ യുധിഷ്ഠിരൻ തെറ്റിദ്ധരിച്ചു. അയാളൊരു സംഭവമേ ആയിരുന്നില്ല. തോറ്റു തുന്നം പാടി ഇന്ദ്രപ്രസ്ഥമാണ് പണയം വെച്ചത്. ആളുകൾ പറയും രാജ്യത്തിന് എന്ത് അവകാശമാണ് പാണ്ഡുപുത്രന്മാർക്കുള്ളത്? ഇത് ധൃതരാഷ്ട്രരുടെ രാജ്യമല്ലേ? മാത്രമല്ല ഇവർ പാണ്ഡുവിന്റെ മക്കളുമല്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർക്ക് രാജ്യം കൊടുക്കേണ്ടത് എന്നൊക്കെ സ്വൽപ്പ ഇളയടന്മാർ ചോദിക്കാറുണ്ട് ഹിന്ദുക്കളെ കൺഫ്യൂഷൻ ആക്കാൻ. നമ്മളങ്ങനെയാണ്, പെട്ടെന്ന് കൺഫ്യൂഷനായി പോകും. 982 കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ഹിന്ദുക്കൾ ആചരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അന്ന് നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ പറഞ്ഞു ഈ രാമനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഇപ്പം എന്താ കാര്യം, PSCക്ക് ചോദ്യം വരൂ. ഇങ്ങനെ ധാരാളം ഇൻസൾട്ടിങ് ചോദ്യങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായി. അപ്പൊ ഹിന്ദുക്കൾ ഇത് ഗൗനിച്ചില്ല. നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇത് ഏറ്റെടുക്കാൻ പതുക്കെ പതുക്കെ തുടങ്ങി. ആ വർഷം തന്നെ ഏറ്റെടുത്തില്ല, പതുക്കെ പതുക്കെ. ആദ്യം പറഞ്ഞു ഇതൊക്കെ RSSന്റെ പരിപാടി എന്നൊക്കെ പറയാം. അങ്ങനെയാണ് ഹിന്ദുക്കൾ രാമായണം പഠിക്കാനും ഭഗവത്ഗീത പഠിക്കാൻ തീരുമാനിച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് RSS ഞാൻ കണക്ട് ചെയ്യും. എന്നിട്ട് പറയും ഇത് RSS ഉണ്ടായിട്ട് 75 വർഷം 100 വർഷം ആകുന്നേ ഉള്ളൂ, ഭഗവത്ഗീത ഉണ്ടായിട്ട് 5100 വർഷമായി. അപ്പൊ ഹിന്ദുക്കൾ തിരിച്ചറിവിലേക്ക് വരുമ്പോൾ അതിനെ RSSുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ തലച്ചോറിൽ പ്രക്ഷുബ്ധത ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും ടാർഗറ്റാണ്. പക്ഷെ ഒരു മുസ്ലിം ഖുർആൻ പഠിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഒരു ക്രിസ്ത്യാനി ബൈബിൾ പഠിക്കുമ്പോൾ ഈ ചോദ്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു ഹിന്ദു ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങുമ്പോൾ വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇതേ ചോദ്യം രാമായണത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി. ഇരുണ്ട യുഗത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നു. രാമായണം പഠിച്ചിട്ട് ഇപ്പൊ എന്താണ് കാര്യം, നിറഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് ശരിയാണോ, ബാലിയെ കൊന്നത് ശരിയാണോ, ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ. പക്ഷെ ഹിന്ദുക്കൾ പതുക്കെ ഏറ്റെടുത്തു. ക്ഷേത്രങ്ങളെല്ലാം രാമായണ മാസം ആചരിക്കുവാൻ തുടങ്ങിയതോടുകൂടി ഹിന്ദുവിന്റെ അന്ധവിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ 6ാമത്തെ കാണ്ഡമായ യുദ്ധകാന്ഡം വായിക്കരുത്. അതെന്തേ? അത് വീട്ടിൽ യുദ്ധം ഉണ്ടാവും. അപ്പൊ ഒരു കാണ്ഡം നമ്മൾ ഒഴിവാക്കുക. ആകെ 7 കാണ്ഡം ഇതിലുള്ളൂ. പിന്നെ പറഞ്ഞു ഉത്തരകാണ്ഡം വായിക്കാനേ പാടില്ല. എന്തേ? സങ്കടമായിരിക്കും. ശരിയാണ്, ഉത്തരകാണ്ഡത്തിൽ ഒരുപാട് സങ്കടമുണ്ട്. സീതാദേവിയെ പരിത്യജിക്കുന്ന രംഗമൊക്കെ ഉത്തരകാണ്ഡത്തിലാണ്. അപ്പൊ അതങ്ങനെ 2 കാണ്ഡം നമ്മൾ ഒഴിവാക്കി. അപ്പൊ പുതിയൊരു നമ്പർ ഇറക്കി, സന്ധ്യാസമയത്ത് രാമായണം വായിക്കരുത്. എന്താ കാരണം? ഹനുമാൻ സ്വാമി ഉണ്ടാവില്ല. ഹനുമാൻ സ്വാമി എവിടെ പോകും? ഹനുമാൻ സ്വാമി പ്രാർത്ഥനയ്ക്ക് പോകും. അപ്പൊ ഹനുമാൻ സ്വാമി പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് വായിക്കരുത്? രാമായണം വായിക്കും. പിന്നെ എപ്പോൾ വായിക്കണം? നട്ടുച്ചക്ക് വായിച്ചത് മനസ്സിലാവുക നമുക്ക്. സ്കൂളിന്റെ സമയം പോലും 8 മണി മുതൽ 1 മണി വരെ ആക്കാൻ പോവാം. കുറെ ആളുകൾ എതിർപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ഉച്ചയ്ക്ക് ശേഷം പഠിക്കുന്ന ഓരോ പാഠങ്ങളും വേസ്റ്റാണ്, പഠിക്കാൻ പറ്റില്ല അവർക്ക്. അതുകൊണ്ട് പരീക്ഷയുടെ അല്ല, പഠന ടൈം 8 to 1 മണിയാക്കാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയം സംസ്ഥാനങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 26 പോയിന്റുകൾ. അപ്പൊ രാവിലെ കുട്ടി 5 മണിക്ക് എണീക്കണം, 7 മണിക്ക് പോകണം, 8 മണിക്ക് സ്കൂളിലെത്തും. 8 മണി മുതൽ 11 മണി വരെ ഷാർപ്പ് നല്ല ടൈമാണ്. മൈൻഡും ബോഡിയും എല്ലാം ഒരു റിലാക്സ് ചെയ്യുന്ന ടൈമാണത്. 1 മണിക്ക് സ്കൂളിൽ നിന്ന് കുട്ടി തിരിക്കും, 2 മണിക്ക് വീട്ടിലെത്തണം. 3:30 മുതൽ 5 മണി വരെ പ്ലേ ഗ്രൗണ്ടാണ്. ഫുട്ബോൾ കളിക്കണം, വോളിബോൾ കളിക്കണം, നമ്മുടെ പഴയ എല്ലാ കളികളും തിരിച്ചിട്ട് വരണം. ഫിസിക്കലി മെന്റലി, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാഭ്യാസമെങ്കിൽ ഞാൻ പഠിച്ച വിദ്യാഭ്യാസത്തിൽ ഔറംഗസീബിന്റെ ഭരണപരിഷ്കാരം പഠിച്ചത്. ഹിന്ദുവായി ജീവിക്കുവാൻ ജസിയ എന്ന നികുതി ഏർപ്പെടുത്തിയ അതിക്രൂരനായ ഭരണാധികാരിയെ മഹാൻ എന്ന് എന്നെ പഠിപ്പിച്ചു. ജാലിയൻ വാലാബാഗിലടക്കം എൻ്റെ പൂർവികന്മാരെ വെടിവെച്ച് കൊന്നവന്റെ ഭരണപരിഷ്കാരം എന്നെ പഠിപ്പിച്ചു. അവൻ റെയിൽവേ ഉണ്ടാക്കിയത് അവന് കുരുമുളക് ഇവിടുന്ന് വിശാഖപട്ടണത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അല്ല നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. അവന്റെ സംഭാവന എന്ന് പറഞ്ഞ് രാഷ്ട്രത്തെ അടിമകളാക്കി വെച്ചവന്റെ ചരിത്രത്തെ മുഴുവൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ തലച്ചോറിൽ തന്നു. എന്നിട്ട് കോളേജിൽ ചെന്നപ്പോൾ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നു രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. കോളേജിലും അതാ പഠിപ്പിച്ചില്ല, രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു യേശുവും മുഹമ്മദോ? അതുണ്ടായിരുന്നു കേട്ടോ, അവരെ തൊട്ട് കളിക്കൂല. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അപ്പൊ രാമനോടും കൃഷ്ണനോടും ഒരു കെട്ടുകഥയിലെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഹിന്ദു യുവാക്കൾ, ഹിന്ദു യുവതികൾ, ഡിഗ്രി പഠനം കഴിയുന്നതോടുകൂടി നമ്മൾ ഹിന്ദുത്വ അഭിമാനികളാകുന്നോ ഹിന്ദു അപമാനികളാകുന്നുവോ? നമ്മൾ ഹിന്ദു അപമാനികളാകുന്നു. പിന്നെ തിരിച്ചറിവ്, ഞങ്ങളൊക്കെ ഹിന്ദുവിനെ പഠിക്കാൻ തുടങ്ങിയത് 24 വയസ്സിന് ശേഷം.
സത്യത്തിൽ ഒരു കുട്ടി 10ാമത്തെ വയസ്സിൽ അല്ല 5ാമത്തെ വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങുന്നതാണ് ജീവിതകാലം മുഴുവൻ അവൻ ഉപകരിക്കുക. അപ്പൊ ഇവിടെയാണ് ഹിന്ദുക്കൾ എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് പറയുമ്പോഴേക്കും 100 കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് വരുന്നു. നോക്കൂ, രാമായണം വായിക്കാം, 7 കാണ്ഡവും വായിക്കാം. ഏറ്റവും ഉത്തമം സന്ധ്യാസമയത്ത് വായിക്കുന്നതാണ്. ഹനുമാൻ സ്വാമിക്ക് ഏറെ പ്രീതി ഉണ്ടാവും. കാരണം മൂപ്പര് വായിക്കുമ്പോൾ മൂപ്പരെ പറഞ്ഞാൽ നമ്മൾ പോയി നിന്ന് കൊടുക്കുക. ഇവിടെ ഒരാള് അഖണ്ഡ നാമയജ്ഞം നടത്തുന്നു, 24 മണിക്കൂർ നാമജപം. അദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുറച്ചാളുകൾ അയാൾ പിറകിൽ പോയിട്ട് അദ്ദേഹത്തെ സഹായിച്ചാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, അദ്ദേഹം ഹാപ്പിയാവും. ഹനുമാൻ സ്വാമി ഒറ്റയ്ക്ക് ജപിക്കുമ്പോൾ നമ്മൾ കൂടെ കൂടി കൊടുക്കുക. അന്ധവിശ്വാസങ്ങൾ നമ്മൾ പടരുത്. നിങ്ങളുടെ പത്തനംതിട്ട തൊട്ടടുത്ത ജില്ലയിൽ നിന്നാണല്ലോ 2 സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾക്ക് പൊന്നും പണം ഉണ്ടായിത്തരാം, കൂടെ പോയി കിട്ടിയോ? ഇല്ല, പീസായി കളഞ്ഞു, നരബലി. പക്ഷെ അത് ഹിന്ദുവിന്റെ അടുത്തേക്ക് അങ്ങനെ ഇട്ടിട്ടില്ല. കാരണം അതിൽ പ്രതികൾ ഒരാളൊരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരാളൊരു മുസ്ലിം ആയതുകൊണ്ട് ഒരു കാഷായ വസ്ത്രധാരി എങ്ങനെ അതിലുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ പരിപ്പ് ഇവരെടുത്ത് കളഞ്ഞേനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നരബലി എന്ന് പറയുന്നത് മനുഷ്യന്റെ കഴുത്തറക്കലല്ല. പിതൃബലി എന്ന് പറഞ്ഞ അച്ഛനെ കൊല്ലലാണോ? നമുക്ക് പിതൃയജ്ഞം ഉണ്ടല്ലോ. പിതൃബലി എന്ന് പറയും. ബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബലപ്പെടുത്തുക എന്നുള്ളതാണ്. എൻ്റെ അച്ഛൻ മരിച്ചുപോയി 10 വർഷം മുമ്പ്. ആ അച്ഛൻ എനിക്ക് ശരീരം നൽകി. ആ അച്ഛനോട് ഞാൻ ബലികർമ്മങ്ങൾ ചെയ്യണം. എപ്പോ? ഞാൻ മരിക്കുന്നവരെ. അച്ഛന്റെ കയ്യിലിരിപ്രകാരം അച്ഛന് വേറെ ലോകം കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ജന്മം കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണല്ലോ നമ്മുടെ വിശ്വാസം, ജന്മം. അപ്പം പിന്നെ ഞാനെന്തിനാ ഇപ്പം ബലിയിടുന്നത്? ബലിയിടുന്നത് അച്ഛനും അമ്മയ്ക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ മൊബൈൽ താഴെ വീണു, അദ്ദേഹം എനിക്ക് എടുത്തു തന്നു, ഞാൻ താങ്ക്സ് പറഞ്ഞു. അത്ര മഹത്തായ പ്രവൃത്തിയാണോ ചെയ്തത്? ഒരു സാധനം താഴെ വീട്ട് എടുത്തു തന്നത്. പക്ഷെ ഞാൻ പറയുന്നു താങ്ക്സ്, നന്ദിയുള്ളവനാണ്. എങ്കിൽ ഈ ശരീരം നൽകിയവരോട് എനിക്ക് നന്ദി ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, ഉണ്ടാവണം. എപ്പോ വരെ? നാം മരിക്കുന്നത് വരെ. അതാണ് പിതൃയജ്ഞം, പിതൃബലി എന്ന് പറയുന്നത്. മനുഷ്യന്റെ കഴുത്തറക്കല്ല. അപ്പൊ ഒരുപാട് വിശ്വാസങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്, ഒരുപാട് അനാചാരങ്ങളുമുണ്ട്. അതെല്ലാം ഹിന്ദുക്കൾ പരിഷ്കരിച്ചു. ഒരു 100 കൊല്ലം മുമ്പ് ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തോടു കൂടി പുലയനും പറയുന്നു പോകാൻ പറ്റില്ലായിരുന്നു. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് പുലയനും പറയുന്നു അമ്പലത്തിലെ ശാന്തിക്കാരനാവാം. ആലുവയിൽ തന്ത്രവിദ്യാപീഠം ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ആളുകൾ കൊണ്ടുവരൂ. വിപ്ലവകാരികളോട് പറയൂ, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആലുവയിൽ തന്ത്രവിദ്യാപീഠം. അവിടുന്ന് ഏത് സമൂഹത്തിൽപ്പെട്ട ഹിന്ദുവിനും എന്ത് ചെയ്യാം? അമ്പലത്തിന് ശാന്തിക്കാരനാവാം. പക്ഷെ പാരമ്പര്യമായിട്ട് ഇതിനെ പിന്തുടരുന്ന ആളുകൾ ചെയ്യുമ്പോൾ അതിൽ കുറച്ചും കൂടി ശാസ്ത്രീയത ഉണ്ടാവും എന്ന് മാത്രം. ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ട്, ഒന്നും താഴെയുമല്ല മേലെയുമല്ല. ഒരു വലിയ കോർപ്പറേറ്റിന്റെ ഓഫീസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗേറ്റ് കീപ്പർ ഉണ്ടാവും. വണ്ടികൾ വരുമ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കുന്ന ഒരാളുണ്ടാവും. അവിടെ ഒരു മാനേജറും ഉണ്ടാവും. മാനേജറും ഗേറ്റ് കീപ്പർക്കും ഒരേ ശമ്പളമല്ല. യോഗ്യതക്കനുസരിച്ച് പദവികളിൽ വ്യത്യാസം ഉണ്ടാവും, പദവികൾക്കനുസരിച്ച് ശമ്പളത്തിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം ചേരുമ്പോഴാണ് ആ കെട്ടിടവും ആ ഓഫീസും ഒന്നും ഒരുപോലെ പ്രവർത്തിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ ഹിന്ദുക്കൾ ഒരുപാട് കാലം തമ്മിലടിച്ചിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമി കൊടുങ്ങല്ലൂരിൽ വന്നു. അപ്പൊ അദ്ദേഹത്തിന് കുതിരവണ്ടി തെളിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയാണ്. കഴുത്ത് കുരിശൊക്കെ ഇട്ടിട്ടുണ്ട്. ഇയാളാണെങ്കിൽ നന്നായിട്ട് ശ്രീകൃഷ്ണന്റെ ഭജന പാടുന്നു. അപ്പൊ സ്വാമി ചോദിച്ചു, അല്ല ക്രിസ്ത്യാനി ഇതെങ്ങനെ പഠിച്ചു? അപ്പൊ പറഞ്ഞു, സ്വാമിജി ഞാൻ 2 വർഷം മുമ്പ് വരെ ഒരു പുലയനായിരുന്നു. മതം മാറി ക്രിസ്ത്യാനിയായപ്പോൾ ഞാൻ ഈ നമ്പൂരിയുടെ വീട്ടിലെ കാര്യസ്ഥനായി. ഞാൻ പുലയനായിരുന്ന സമയത്ത് നമ്പൂരിയുടെ കണ്ണിൽ പോലും ഞാൻ പെടാൻ പാടില്ല. വല്ലാതെ ഹിന്ദുക്കളെ മതപരിവർത്തനത്തിന് വിധേയമാക്കിയ ജാതിയുടെ ഉച്ച നീചത്വങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ജഗദ്ഗുരു വേദവ്യാസൻ വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം സത്യവതി എന്ന മുക്കുവ സ്ത്രീയുടെ മോനായിരുന്നു വേദങ്ങളെ അഭ്യസിച്ചത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറയുന്ന ആദിയായ ശ്രുതി എന്ന് വിളിച്ച് ഹിന്ദുക്കൾ പാരമ്പര്യമായിട്ട് കൊണ്ടുവന്ന ആ വേദത്തെ 4 തരംതിരിച്ച വ്യസിച്ചവൻ എന്നതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന സത്യവതി എന്ന മുഖവ സ്ത്രീയുടെ മോന് വേദത്തെ വ്യസിച്ചവനായ വേദവ്യാസനായി അദ്ദേഹമാണ് നമുക്ക് ഭഗവത്ഗീത നൽകിയത്. ഓം പാർത്ഥായ പ്രതിബോധിത ഭഗവതാ നാരായണേന സ്വയം പാർത്ഥനെ നിമിത്തമാക്കി. പാർത്ഥൻ പൃഥ്വിയുടെ പുത്രൻ, പൃഥ്വി കുന്തി. പാർത്ഥനെ നിമിത്തമാക്കി ഭഗവാൻ നാരായണൻ സ്വയം പറഞ്ഞു, വ്യാസേന ഗൃതിതാം പുരാണമുനിന. പുരാണമുനിയായ വ്യാസ ഭഗവാനാൽ എഴുതപ്പെട്ടു. മധ്യേ മഹാഭാരതം. മഹാഭാരതത്തിന്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അദ്വൈതാമൃത വർഷിണി ഭഗവതി. അദ്വൈതത്തെ വർഷിക്കുന്നവൾ. അദ്വൈതം രണ്ടില്ലാത്ത ഒന്ന്, ദ്വൈതം 2. സൃഷ്ടിയും സൃഷ്ടാവും എന്ന് പറയുന്ന മതങ്ങളുടെ തലത്തെയാണ് ദ്വൈതം എന്ന് പറയുന്നത്. ഭക്തനും മൂർത്തിയും 2ആയി കാണുന്നത് ദ്വൈതം. എന്നാൽ ഭക്തനും മൂർത്തിയും സർവചരാചരങ്ങളും, ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലങ്ങളും സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ച വസ്തുക്കളും ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്.
പഴുതാരയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പുഴുവിലും കുയ്യാനയിലും തത്വമസി, അത് നിന്നിലും അഹം ബ്രഹ്മാസ്മി, അത് എന്നിലും അണോരണിയാൻ, ഏറ്റവും ചെറുതിൽ ചെറുതായിട്ടും മഹതോ മഹിയാൻ, വലുതിൽ വലുതായിട്ടും ഞാൻ തന്നെ. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെ ഈശ്വരൻ. അതാണ് അദ്വൈതം, രണ്ടില്ലാത്ത ഒന്ന്. അദ്വൈതാമൃതവർഷിണി ഭഗവതി. ആ രണ്ടില്ലാത്ത ഈശ്വര തത്വത്തെ പ്രതിപാദിക്കുന്ന ഭഗവതി ഭഗവത്ഗീതയെ അഷ്ടാദശാധ്യായിനി, അഷ്ടം ദശം പ്ലസ് 18, അഷ്ടാദശാധ്യായിനി 18 അധ്യായത്തോടു കൂടിയവൾ. ആ ഭഗവത്ഗീത 18 അധ്യായം 700 ശ്ലോകം. 1-ാമത്തെ അധ്യായം അർജുന വിഷാദ യോഗം, 18-ാമത്തേത് മോക്ഷസന്യാസ യോഗം. ഈ ഭഗവത്ഗീത നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ എന്താണ് പ്രയോജനം? ഇതാണ് ചോദ്യം. ഞാനിത് പഠിക്കുന്നതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? എല്ലാ കുട്ടികളും ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ 10ാം തരം വരെ കണക്ക് പഠിച്ചു, A² പഠിച്ചു, B² പഠിച്ചു. പക്ഷെ അതിനുശേഷം ജീവിതത്തിൽ ഒരിക്കലും അത് ഉപകരിച്ചിട്ടില്ല. ആകെ ഉപകരിച്ച കണക്ക് 3-ാം ക്ലാസ്സിൽ ഗോവിന്ദൻ മാഷ് പഠിപ്പിച്ചെന്ന 1, 2, 2 ഇങ്ങനെ അന്ന് ബെഞ്ചിൽ ഇങ്ങനെ ആടിപ്പടിച്ച കണക്കുണ്ടായിരുന്നു. അത് ജീവിതത്തിൽ അങ്ങോട്ട് ഉപകരിച്ചു. പക്ഷെ മാത്തമാറ്റിക്സിന്റെ ഒരുപാട് സിദ്ധാന്തങ്ങളെ 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചു, ജീവിതത്തിൽ ഉപകരിച്ചില്ല. കെമിസ്ട്രി പഠിച്ചപ്പോൾ പഠിച്ചു H2O, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂട്ടിമുട്ടിച്ചാൽ വെള്ളം ഉണ്ടാവും എന്ന് പഠിപ്പിച്ചു. പക്ഷെ എത്രയോ വരൾച്ച വന്ന സമയത്ത് ഇതുകൊണ്ട് വെള്ളം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. തത്വങ്ങൾ ഒരുപാട് പഠിച്ചു, മറന്നുപോയി. SSLCക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടിയോട് ചോദിച്ചു, മോക്ക് ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വർഷം കഴിഞ്ഞിട്ട് തന്നാൽ എല്ലാ വിഷയത്തിലും A+ കിട്ടുമോ? അപ്പോൾ അവൾ പറയാണ്, എനിക്ക് ചിലപ്പോൾ D പോലും കിട്ടിയെന്ന് വരില്ല. പക്ഷെ 10 വർഷം മുമ്പ് കണ്ട 6-ാം തമ്പുരാൻ എന്ന സിനിമയിൽ എല്ലാ രംഗം ഓർമ്മയുണ്ടോ? ഒക്കെ ഓർമ്മയുണ്ട്. അപ്പൊ 10 വർഷം മുമ്പ് കണ്ട സിനിമയിൽ ഒന്നും മറന്നു പോയിട്ടില്ല. പക്ഷേ തന്റെ ജീവിത വിജയത്തിൽ പരമമായ ഒരു ഘട്ടമാണ് SSLC. അവിടെ പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും മറന്നുപോയി. പഠിക്കുന്നു, മറക്കുന്നു. വീണ്ടും അടുത്ത പരീക്ഷ, +2-ന് പഠിച്ച കാര്യങ്ങൾ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ മറന്നുപോയി. മറക്കുന്നു, പഠിക്കുന്നു, മറക്കുന്നു എന്ന് പറയുമ്പോഴാണ് നാം പഠിച്ചത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം കിട്ടി എന്ന് ചോദിച്ചാൽ, എല്ലാ വിഷയത്തിലും A+ ഉണ്ടാവണം കേട്ടോ. എന്നാൽ മാത്രമേ +2-ന് ഉള്ളൂ, +1-ലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ, നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയം കിട്ടുള്ളൂ. ആ +2-ൽ ഏറ്റവും നല്ല മാർക്ക് നേടിയാൽ മാത്രമേ അടുത്ത ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകാൻ പറ്റൂ. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര ശതമാനം പ്രയോജനം കിട്ടി നോക്കൂ. 10-ാം ക്ലാസ്സിൽ വെച്ച് 10-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി നീന്താൻ പഠിച്ചു. ഇയാൾ 60-ാമത്തെ വയസ്സിൽ വെള്ളത്തിൽ വീണു. നീന്താൻ മറന്നു പോയിട്ടുണ്ടാകുമോ? ഇല്ലയോ? മറന്നുപോവില്ല. 10-ാമത്തെ വയസ്സിൽ നീന്താൻ പഠിച്ചാൽ 50 വർഷം നീന്താതിരുന്നിട്ട് 60-ാമത്തെ വയസ്സിൽ വെള്ളത്തിൽ വീണാലും അയാൾ നീന്തി രക്ഷപ്പെടും. കടലിലൊന്നുമല്ല, കുളത്തിൽ, ഇങ്ങനെയുള്ള കുളത്തിലൊക്കെ ആണെങ്കിൽ. നീന്താൻ പഠിച്ചു എന്നത് വിജ്ഞാനമാണ്. നമ്മുടെ മക്കൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇൻഫർമേഷൻ അത് ജ്ഞാനമാണ് എന്ന്. ലോകത്തിൽ എത്ര രാജ്യമുണ്ട്? അത് ഇൻഫർമേഷനാണ്. അതിൻ്റെ തലസ്ഥാനം ഏത്? അത് ഇൻഫർമേഷനാണ്. അതൊക്കെ ഒരു നോട്ട് ബുക്കിൽ നോക്കി വായിച്ചാൽ മാത്രം മതി. അതൊന്നും ഈ തലമണ്ടയിൽ കുത്തി നിറച്ച് കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ തൂങ്ങിച്ചാകുന്നു. 2014 കേരള സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു, 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. ഇതെന്റെ കണക്കല്ല, സർക്കാർ കണക്കാണ്. നിങ്ങളുടെ പഞ്ചായത്തിൽ ആത്മഹത്യകൾ നടക്കാതിരിക്കട്ടെ, പക്ഷെ നടന്ന ആത്മഹത്യയിൽ 10 വർഷത്തെ കണക്ക് നിങ്ങൾ എടുക്കൂ, അതിലേത് വിഭാഗമാണ് കൂടുതലെന്ന് ചിന്തിക്കൂ. ലവ് ജിഹാദ്, തെറ്റായ മതം മാറ്റുവാനുള്ള പ്രണയം, ഹിന്ദു പെൺകുട്ടികളാണ് ഏറെ കൂടുതൽ. തെറ്റായ പ്രണയം നമ്മുടെ കുട്ടികൾ വളരെ പ്രബലമാണ്. ജീവിതത്തിൽ നിരാശ, നമ്മുടെ മക്കൾ വളരെ മുന്നിലാണ്. എന്തുകൊണ്ട്? അവരെ ഭഗവത്ഗീത പഠിപ്പിച്ചിട്ടില്ല. കുട്ടിയെ നമ്മൾ 8 മണിക്ക് സ്കൂളിലേക്ക് അയക്കുന്നു, വലിയ ബാഗും തൂക്കിയിട്ട്. അവിടെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ നയം ആര് തീരുമാനിക്കുന്നു? മിക്കവാറും JNU തീരുമാനിക്കുന്നു. അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ, 10 വിഷയങ്ങളൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ തലമണ്ടയിലേക്ക് കുത്തി നിറക്കുന്നതെങ്കിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ 5-ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും കുട്ടിയുടെ അഭിരുചി അധ്യാപകൻ കണ്ടെത്തണം. ചിത്രം വരക്കാൻ കഴിവുള്ള കുട്ടികളെല്ലാം ഒരു ക്ലാസ്സിലായിരിക്കും. ഡോക്ടർ ആവാൻ കഴിവുള്ള കുട്ടികൾ ഒരു ക്ലാസ്സിലായിരിക്കും. എഞ്ചിനീയർ ആകുവാൻ സാധ്യതയുള്ള കുട്ടികൾ ഒരു ക്ലാസ്സിലായിരിക്കും. ആ കുട്ടികൾ അതിൽ എക്സ്പെർട്ട് ആയിരിക്കും. MA കഴിഞ്ഞ് പുറത്തിറങ്ങി, MA എന്ന് വെച്ചാൽ 17-ാമത്തെ ക്ലാസ്സാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയവനോട് ചോദിച്ചു, എന്താ പണി? എന്തെങ്കിലും ഒരു പണിക്ക് പോകണം. നീ എന്ത് പണിയാണ് പഠിച്ചത്? ഒരു പണിയും പഠിച്ചിട്ടില്ല. ഇനി എന്താ പരിപാടി? ഇനി ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകണം. അപ്പൊ നീ 17 കൊല്ലം പഠിച്ചിട്ട് ഒന്നും പഠിച്ചില്ലേ? ഞാൻ ഒന്നും പഠിച്ചില്ല. ഇതാണ് ഇന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. നിങ്ങൾ 5-ാം ക്ലാസ്സിലെങ്കിലും അല്ല 5 വയസ്സ് മുതലെങ്കിലും കുട്ടിയെ ഒരു തൊഴിൽ പഠിപ്പിക്കണം. നമുക്ക് 64 കലകളുണ്ട് ഹിന്ദുവിൽ. പാചകം ഒരു കലയാണ്, ചമയം ഒരു കലയാണ്. ഇന്ന് ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്ന് പറയും. നൃത്തം, വാദ്യം, ഘോഷം, ഇതെല്ലാം ഒരു കലകളാണ്. ഒരു കുട്ടി 5-ാമത്തെ വയസ്സ് മുതൽ ഏതെങ്കിലും ഒരു വിഷയം ഏറ്റെടുത്ത് പഠിച്ചാൽ
10 വർഷം പഠിക്കുമ്പോഴേക്കും അവൻ അതിൽ എക്സ്പേർട്ടായി തീരും. അങ്ങനെയായിരുന്നു നമ്മുടെ പരമ്പരാഗതമായ തൊഴിലുകളെല്ലാം. സ്വർണ്ണപ്പണിക്ക് ഹിന്ദുവിലൊരു വിഭാഗം ഉണ്ടായിരുന്നു, അവരതിൽ എക്സ്പേർട്ടായിരുന്നു. അവർ കാലാനുസൃതമായിട്ട് പരിഷ്കരിച്ചില്ല, അതുകൊണ്ട് സ്വർണ്ണ കച്ചവടം അവരുടെ കയ്യിൽ നിന്ന് പോയി. മരപ്പണിക്ക് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, കല്ലിൻ്റെ പണിക്ക് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഓരോ മേഖലയിലും ശില്പികളും ചിത്രകാരന്മാരും പാരമ്പര്യമായിട്ട് അത് പഠിച്ച് എക്സ്പേർട്ടായ ആളുകൾക്ക് ജീവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നാട്ടുവൈദ്യത്തിന് പോലും പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്ന മിക്കവാറും രോഗങ്ങളെല്ലാം നാട്ടുവൈദ്യന്മാർ ചികിത്സിച്ചിരുന്നു. അത് അച്ഛൻ മകനെ പഠിപ്പിച്ചു, മകൻ മകൻ്റെ മകനെ പഠിപ്പിച്ചു. പാരമ്പര്യമായിട്ട് അവർക്കും ജീവിക്കാനും. ഇന്ന് ഒരുപാട് ഡിഗ്രി നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ പണിയില്ല. ആ ഡിഗ്രിക്കനുസരിച്ച വേതനവുമില്ല. അതുകൊണ്ട് നമ്മുടെ യുവതി യുവാക്കൾ വലിയ നിരാശയിലാണ്. ഈ നിരാശയുടെ കാരണം അടിസ്ഥാനപരമായ ജ്ഞാനം അവർക്കില്ലാതെ പോകുന്നു എന്നതുകൊണ്ടാണ്. ആത്മഹത്യ ചെയ്തവരിൽ മിക്കവാറും ഗ്രാജുവേഷൻ ഉള്ളവരുണ്ട്. തെറ്റായ പ്രണയത്തിൽ കുടുങ്ങിയവരെല്ലാം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിദ്യാഭ്യാസം എന്തിന്? എന്താണ് വിദ്യാഭ്യാസം? വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസം വ്യക്തിയിലെ പൂർണ്ണതയുടെ ആവിഷ്കാരമാണ്. ഞാൻ എന്നെ തിരിച്ചറിയലാണ് വിദ്യാഭ്യാസം. ഞാൻ എൻ്റെ സാഹചര്യങ്ങളെ തിരിച്ചറിയലാണ് വിദ്യാഭ്യാസം. അങ്ങനെയെങ്കിൽ നാം എന്തിനു ഭഗവത്ഗീത പഠിക്കണം? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 5100 വർഷം മുമ്പ് 42 ലക്ഷം ആളുകൾ മുഖാമുഖം നിന്നു. ഇന്നും കുരുക്ഷേത്രം പോയാൽ നമുക്ക് കാണാം കേട്ടോ, ഹരിയാനയിലാണ്. നമ്മുടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ ഹരിയാനയിലാണ് കുരുക്ഷേത്രം. 64 കിലോമീറ്റർ നീളവും വീതിയും. എന്ന് വെച്ചാൽ ഏകദേശം നിങ്ങളുടെ ഈ കോട്ടയം ജില്ലയുടെ അത്ര വരും. ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 42 ലക്ഷം ആളുകളും ആനകളും തേരുകളും കുതിരകളും എല്ലാം യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ അർജുനന്റെ തേരാളിയായിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണനുണ്ട്. അതാണ് അർജുനന്റെ കരുത്ത്. ഭഗവാൻ പറഞ്ഞു, ഞാൻ ആയുധം കയ്യിലെടുക്കില്ല, പക്ഷെ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം വരുമ്പോൾ നീ എന്നോട് ചോദിച്ചോ, ഞാൻ എന്ത് ചെയ്യാം? അതിന് ആൻസർ ചെയ്യാം. അല്ലാതെ എൻ്റെ ബന്ധുക്കൾ തന്നെയാണ് അവരും, അവരെയും കൊല്ലാൻ ഞാനില്ല. അതുകൊണ്ട് ആയുധമുള്ള ഒരു ഫൈറ്റിംഗ് ഞാനില്ല, തേരാളിയായിട്ട് പോരാം എന്ന് പറഞ്ഞു. ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവത്ഗീതയിലെ 1ാമത്തെ അധ്യായമായ അർജുന വിഷാദയോഗത്തിൽ 1ാമത്തെ ശ്ലോകം ചോദിക്കുന്നത് അർജുനനുമല്ല ശ്രീകൃഷ്ണനുമല്ല, ചോദിക്കുന്നത് ധൃതരാഷ്ട്രനാണ്. ധൃതരാഷ്ട്രൻ കണ്ണുപൊട്ടനാണ്. ജന്മനാ കണ്ണില്ല, 2 കണ്ണുണ്ട് നമുക്കെല്ലാം. അതേതാണ് 2ാമത്തെ കണ്ണ്? അകക്കണ്ണാണ്. ഉറങ്ങുമ്പോൾ പുറംകണ്ണ് അടച്ചിട്ടാണ്, അകക്കണ്ണ് എപ്പോഴും തുറന്നിരിക്കണം എന്ന് പറയും. പുത്രവാത്സല്യം കൊണ്ട് അകക്കണ്ണും ജന്മം കൊണ്ട് പുറംകണ്ണും പൊട്ടിപ്പോയ ഒരു കുരുടന്റെ ചോദ്യത്തോടു കൂടി ഭഗവത്ഗീത ആരംഭിക്കുന്നു. ചോദിക്കുകയാണ്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമ കുറുവത സഞ്ജയ. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ പാണ്ഡവന്മാരും മാമക എൻ്റെ ബന്ധുക്കളും എൻ്റെ മക്കളും തമ്മിലുള്ള യുദ്ധമൊക്കെ എന്തായി? ഒന്ന് പറഞ്ഞുതരൂ. ഇയാള് കാര്യങ്ങൾ കണ്ട് ലൈവായി പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. 10 ദിവസം യുദ്ധത്തിലുണ്ടായിരുന്നു സഞ്ജയ്. 10ാമത്തെ ദിവസം ഭീഷ്മർ വീണ സമയത്ത് ഇയാൾ പേടിച്ചോടിയല്ല, ഇയാൾ തിരിച്ചോടി. എന്ന് പറഞ്ഞു, ഭീഷ്മ പിതാമഹൻ വീണു. അപ്പോഴാണ് ധൃതി പിടിച്ച് ചോദിക്കുന്നത്, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്ത് സംഭവിച്ചു എന്ന്. അപ്പോൾ വളരെ മനോഹരമായ വർണ്ണന കൊടുക്കുകയാണ് സഞ്ജയ്. ദൃഷ്ട്വാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. ദുര്യോധനൻ ഭീഷ്മരുടെ അടുത്തേക്ക് വന്ന് ഇന്നേത് പറഞ്ഞു. അതൊക്കെ നിങ്ങൾ ഭഗവത്ഗീതയിൽ വായിക്കുക. അത് പറയുന്നു, ഓരോരോ ഭാഗത്ത് ഏതൊക്കെ മഹാന്മാരുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ യുദ്ധത്തിന് സമയമായി. യുദ്ധത്തിന് സമയമായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം ശംഖ് മുഴക്കിയത് ശ്രീകൃഷ്ണനോ അർജുനനോ ആയിരുന്നില്ല, ഭീഷ്മരായിരുന്നു. ഭീഷ്മർ, ഞങ്ങൾ യുദ്ധത്തിന് റെഡി, നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ശംഖ് മുഴക്കുക. ഉടനെ എന്ത് ചെയ്തു എന്നറിയോ? പാഞ്ചജന്യം ഋഷികേശം ദേവദത്തം ധനഞ്ജയ. പാഞ്ചജന്യം എന്ന ഭഗവാന്റെ മനോഹരമായ ശംഖ്. നമ്മുടെ ഹിന്ദുക്കളുടെ ശംഖിന്റെ പേര് പോലും നോക്കൂ, എന്ത് രസ കേൾക്കാൻ. പാഞ്ചജന്യം. ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖ് മുഴക്കിയപ്പോൾ ഉടനടി അർജുനൻ ദേവദത്തം എന്ന ശംഖ് മുഴക്കി. അതായത് ഭീഷ്മരോട് പറഞ്ഞു, നിങ്ങൾ ഒരു യുദ്ധത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ 2 കൈയും നോക്കാൻ തയ്യാറായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. റെഡി ടു ഫൈറ്റ്, ഞങ്ങൾ റെഡിയാണ്. അതുകൊണ്ട് കാലം താമസിപ്പിക്കേണ്ട, യുദ്ധം തുടങ്ങട്ടെ എന്ന പ്രഖ്യാപനം നടത്തി വില്ലാളി വീരനായ അർജുനൻ തന്റെ ദേവദത്തം എന്ന ശംഖ് മുഴക്കിക്കൊണ്ട് ഭീഷ്മർക്കും മറുപടി കൊടുത്തു. ഭീഷ്മ പിതാമഹ, നിങ്ങൾ ശത്രുപക്ഷത്താണെങ്കിലും നിങ്ങളോട് യുദ്ധം ചെയ്യുവാൻ എൻ്റെ കൈക്ക് യാതൊരു അറപ്പും മടിയുമില്ല. ഞാൻ നിങ്ങളോട് ഫൈറ്റ് ചെയ്തിരിക്കും. ആയതിനാൽ ഞാനിതാ എൻ്റെ ശംഖ് മുഴക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മൂപ്പര് പറഞ്ഞു, ദുഷ്ടബുദ്ധിയായ ദുര്യോധനന്റെ വിജയം ആഗ്രഹിച്ചുകൊണ്ട്
ഞങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വന്നവന്മാരെ എനിക്കൊന്നു കാണണം. അതുകൊണ്ട് സേനയോരുഭയോർ മധ്യേ, ഇരു സൈന്യത്തിന്റെയും മധ്യത്തിൽ രഥം സ്ഥാപിക്കൂ അച്യുത. ഭഗവാൻ ശ്രീകൃഷ്ണനോട് വലിയ ബഹുമാനമൊന്നും ഇല്ലാതെയാണ് അർജുനൻ പറഞ്ഞത്. ഇപ്പൊ SI പോലീസുകാരോട് പറയില്ലേ വണ്ടി എടുക്കുന്നു, അതുപോലെ രഥമെടുക്കൂ. എന്നിട്ട് ദുര്യോധനന്റെ വിജയം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ വന്നവന്മാരെ എനിക്കൊന്ന് മുഖാമുഖം കാണണം. അതുകൊണ്ട് എന്റെ രഥം രണ്ട് സൈന്യത്തിന്റെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തൂ അച്യുത. ച്യുതിയില്ലാത്തവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ഒരു കള്ളച്ചിരിയുണ്ട്. ഭഗവാൻ തേരെടുത്തു. ഈ 64 കിലോമീറ്റർ നീളവും വീതിയുമുള്ള കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എവിടെ വേണമെങ്കിലും ഭഗവാന് തേര് നിർത്താം. പക്ഷേ ആരെ കണ്ടാലാണോ അർജുനന്റെ മനസ്സിളകുക, ആരാണോ അർജുനെ ഒത്തിരി സ്നേഹിക്കുന്നത്, ആരെയാണോ അർജുനനെ ഒത്തിരി സ്നേഹിക്കുന്നത്, അവരുടെ രണ്ടുപേരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് തേര് നിർത്തിയിട്ട് പറഞ്ഞു, നീ നിന്റെ കുടുംബക്കാരെ കണ്ട മോനെ എന്ന് ചോദിച്ചു. അർജുനന്റെ കേളി ലോകത്തിൽ കുറഞ്ഞു പോകുമോ എന്ന് കരുതിയിട്ട് ഏകലവ്യനോട് തള്ളവിരൽ പോലും ചോദിച്ചു വാങ്ങിയ ദ്രോണാചാര്യരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. ഭീഷ്മാചാര്യൻ എന്ന പിതാമഹന്റെ മുന്നിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിന്റെ ബന്ധുജനങ്ങളെ, നിന്റെ പ്രിയപ്പെട്ടവരെ നീ കാണുന്നുണ്ടോ അർജുന എന്ന് ചോദിച്ചപ്പോൾ അർജുനൻ ആദ്യം പറഞ്ഞ വാക്ക് ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ. ഞാൻ എൻ്റെ ബന്ധുജനങ്ങളെ കാണുന്നുവല്ലോ കൃഷ്ണ. അതാണ് അർജുന വിഷാദയോഗം. അർജുനന്റെ കണ്ണിൽ നിന്നും പതുക്കെ പതുക്കെ കണ്ണുനീര് വരാൻ തുടങ്ങി. ഭഗവാനെ, ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്? ഇതാ എൻ്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ 100 മക്കൾ മുന്നിൽ നിൽക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ദ്രോണാചാര്യർ എന്നെ കൊല്ലുവാനും എന്നാൽ കൊല്ലപ്പെടാനും മുന്നിൽ നിൽക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ വംശത്തിനു വേണ്ടിയിട്ട് ഗംഗാദത്തൻ ഭീഷ്മപ്രതിജ്ഞ നടത്തി ഭീഷ്മാചാര്യരായി മാറിയ ആ വന്ധ്യ പിതാമഹനിത ഞങ്ങൾക്ക് മുന്നിൽ യുദ്ധത്തിനായി നിൽക്കുകയാണ്. എൻ്റെ അമ്മാവന്മാർ ധാരാളം ആളുകളെ ഞാൻ കാണുന്നു ഇവിടെ. എൻ്റെ ബന്ധുജനങ്ങളെ, ഇളയച്ചന്മാരെ ഞാൻ കാണുന്നു. ഇങ്ങനെ ഇവരെയെല്ലാം കൊന്നിട്ട് എനിക്കെന്തിനാണ് രാജ്യം? ഈ ഹസ്തിനപുരി മാത്രമല്ല, ഇന്ദ്രപ്രസ്ഥം മാത്രമല്ല, ഈ 14 ലോകങ്ങൾ കിട്ടിയാലും ഇവരെ ഞാൻ കൊല്ലില്ല. സ്വർഗം കിട്ടിയാൽ പോലും എനിക്ക് വേണ്ട. ഇവരുടെ ചോര പുരണ്ട കൈകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് പ്രയോജനം? ഈ ന്യായങ്ങളൊക്കെ എങ്ങനെ ഉഷാറല്ലേ? ഇതാണ് അർജുനൻ പറഞ്ഞ ന്യായങ്ങൾ. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഹിന്ദുക്കളായ നമ്മൾ എന്ത് പറയും? ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി യുദ്ധത്തിന്റെ സേനാനായകൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ശരിയാണോ തെറ്റാണോ? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു. യുദ്ധമുണ്ടായാൽ ഈ 42 ലക്ഷം ആളുകൾ തമ്മിൽ യുദ്ധം നടത്തിയിട്ട് അവസാനം ബാക്കിയായത് ഏകദേശം ഒരു 19 ആളാണ്. ബാക്കി ആളുകൾ മുഴുവൻ യുദ്ധത്തിൽ മരിച്ചു. യുദ്ധത്തിൽ വിജയിച്ചിട്ട് 18ാമത്തെ ദിവസം രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങിയ പാണ്ഡവന്മാരുടെ മക്കളടക്കം എല്ലാവരെയും അശ്വത്ഥാമാവും കൃതനും കൃതവർമാവും കൂടി ഉറങ്ങുന്നിടത്തിലിട്ട് കൊന്നിട്ട് ആ ശിബിരത്തിന് തീയും കൊടുത്തു. 19ാമത്തെ ദിവസം രാവിലെ അറിയുന്നത് യുദ്ധത്തിൽ ഞങ്ങൾ 5 പേരും, ഇങ്ങനെ ഇവർ 3 പേരും, മറ്റു കുറച്ച് ആളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം കൊല്ലപ്പെട്ടു. അത്രയേറെ കൊലപാതക പരമ്പര നടത്തേണ്ടിയിരുന്ന ഈ യുദ്ധം ഒഴിവാക്കാൻ അർജുനൻ മുൻകൈയെടുത്തപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊല്ലടാ കൊല്ലടാ എന്ന്. ആ ശ്രീകൃഷ്ണനല്ലേ ഗുരുവായൂരപ്പൻ? അപ്പൊ നമ്മൾ ഗുരുവായൂർ പോകാൻ പാടുണ്ടോ? ഇതാണ് ചോദ്യം. ഹിന്ദുക്കളെ കൺഫ്യൂഷൻ ആക്കിയാണ്. കൊല്ലില്ല എന്ന് പറഞ്ഞവരോട് കൊല്ലൂ എന്ന് പറയുന്നത് ശരിയാണോ? ഇതാണ് ചോദ്യം. കൊല്ലില്ല എന്ന് അർജുനൻ പറഞ്ഞു. ശരി, അപ്പൊ നമുക്ക് ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കി, ഞാനും നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഞാൻ വിഷയത്തിലേക്ക് വരാം. അർജുനൻ പറഞ്ഞ വാദമുഖങ്ങൾ ഇതാണ്. സീതന്തി മമഗാത്രാണി, എൻ്റെ തൊണ്ട വരണ്ടു പോകുന്നു. മുഖം ച പരിശുഷ്യതി, മുഖം ഒരു ഭാഗത്തേക്ക് കൂടിപ്പോകുന്നു. വേപതുശ്ച ശരീരമേ, എൻ്റെ ശരീരം വിറച്ചു പോകുന്നു. രോമഹർഷം ചു ജായതേ, രോമങ്ങളെല്ലാം താണുപോയി. ഗാണ്ഡീവം ശ്രംസ്തദേ ഹസ്താ, എൻ്റെ കയ്യിൽ നിന്നും ഗാന്ധീവം താഴെ വീഴുന്നു. ഒരു പട്ടാളക്കാരൻ പറയുകയാണ് ശത്രു സൈന്യത്തെ കണ്ടപ്പോൾ AK-47 ഇതാ ഇപ്പൊ താഴെ വീണു പോകുന്നു. എന്തായിരിക്കും അവസ്ഥ? എൻ്റെ കയ്യിൽ നിന്നും ഗാന്ധീവം താഴെ വീഴാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് അർജുന വിഷാദം വായിക്കണം. നല്ല രസമാണ് ഇയാൾ പറയുന്ന ന്യായവാദങ്ങൾ മുഴുവൻ കേട്ടിട്ട്. തം തഥാ കൃപയാവിഷ്ടമശ്രുപൂർണ കുലേക്ഷണം വിഷീദന്തം ഇതം വാക്യം മുവാച മധുസൂദന. 2ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 1ാമത്തെ ശ്ലോകമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ യുദ്ധത്തിനില്ല, യുദ്ധം പാപമാണ്, യുദ്ധം കൊലപാതകമാണ്, യുദ്ധം ശരിയല്ല, എൻ്റെ ബന്ധുജനങ്ങളെ കൊല്ലരുത്, ഭീഷ്മരെ കൊല്ലരുത്, ദ്രോണരെ കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് തേരിന്റെ തട്ടിൽ ഗാന്ധീവം താഴെ വെച്ച് കരഞ്ഞ് തളർന്ന് ഇരുന്നു പോയ അർജുനനോട്
രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ലോകത്തിലെ എക്കാലത്തെയും മോസ്റ്റ് പവർഫുൾ സൈക്കോളജിക്കൽ അപ്രോച്ചാണ്, ഒരു മനഃശാസ്ത്രകാരന്റെ ഏറ്റവും വലിയ സമീപനം. രണ്ടാമത്തെ ശ്ലോകം, കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം. അർജുനൻ പറഞ്ഞ ന്യായവാദങ്ങളെ മുഴുവൻ ഈ ഒറ്റ വരി കൊണ്ട് ഭഗവാൻ ഖണ്ഡിച്ചു കളഞ്ഞു. എവിടുന്ന് കിട്ടിയടോ നിനക്ക് ഈ സ്വഭാവം? 42 ലക്ഷത്തോളം ആളുകൾ പൊരിവെയിലത്ത് യുദ്ധത്തിന് വന്നു നിൽക്കുമ്പോൾ യുദ്ധത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് അഹിംസാവാദിയാകുന്നു. ശരിയാണോ തെറ്റാണോ? എന്നിട്ട് അർജുനെ ഒന്ന് തലോടുകയാണ് ഭഗവാൻ. നമ്മൾ ആരെ വിമർശിക്കുമ്പോഴും അവരുടെ വ്യക്തിത്വത്തെ മാനിക്കുക. ഒരാളോട് പറയണം, അയാളുടെ ഒരു മൈനസ് ചൂണ്ടിക്കാണിക്കുമ്പോൾ, നിങ്ങൾ ഇന്നേ ഗുണവാനാണ്, പക്ഷെ ഈ മൈനസ് കൂടി നിങ്ങളൊന്ന് മാറ്റി നിർത്തിയാൽ, ഈ മദ്യപാനം കൂടി ഒന്നും നിങ്ങൾ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ നിങ്ങൾ പരമയോഗ്യനായേനെ. നിങ്ങൾക്ക് ഇന്നേ ഗുണങ്ങളെല്ലാം ഉണ്ട്, ആ ഗുണങ്ങളൊന്നും നമ്മൾ കാണില്ല, പറയില്ല. അയാളുടെ നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ ഒരിക്കലും അയാൾ തിരുത്താൻ പോകുന്നില്ല. അപ്പം വിമർശിക്കുമ്പോഴും ഭഗവാനെ മാതൃകയാക്കണം. ഭഗവാൻ പറയുന്നു, അർജുന, നീ പറഞ്ഞൊന്നും ശരിയല്ല, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നീ പറയേണ്ട വാക്കുമല്ല. ഇത് യുദ്ധത്തിന് വരുന്നതിന് മുമ്പെങ്കിലും നിനക്ക് പറയാമായിരുന്നു. എത്രയോ വർഷങ്ങളായി യുദ്ധത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തിട്ട് ഇത്രയും സൈനികന്മാരെ അണിനിരത്തിയിട്ട് ലോകത്തിലെ രാജാക്കന്മാരെ മുഴുവൻ സഹായത്തിന് വിളിച്ച് ഇത്രയും ആളുകളെ തയ്യാറാക്കി വന്നതിന് ശേഷം നീ പറയുകയാണ് യുദ്ധം പാവമാണെന്ന്. ഇത് ശരിയല്ല. എന്നിട്ട് അർജുനോട് പറയുന്നു, അർജുന, അനാര്യം അജുഷ്ടമസ്വർഗ്യം അകീർത്തികരം. അർജുന, ഇത് ശ്രേഷ്ഠന്മാർക്ക് ചേരാത്താണ്. ആര്യൻ ശ്രേഷ്ഠൻ, അനാര്യം ശ്രേഷ്ഠതയില്ലായ്മ. നീ ശ്രേഷ്ഠനാണ്, നിനക്കിത് ചെയ്തില്ല. അസ്വർഗ്യം, നീ സ്വർഗത്തിലെത്തും, നിന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് നീ സ്വർഗത്തിലെത്തേണ്ടവനാണ് അർജുന, നിനക്കിത് ചെയ്തില്ല. അകീർത്തി, ലോകം മുഴുവൻ കീർത്തി കേട്ടവനാണ് നീ. അർജുനൻ എന്ന പേര് കേട്ടാൽ ആളുകൾ ബഹുമാനം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കും. അസ്ത്രശസ്ത്രവിദ്യയിൽ അങ്ങേയറ്റം നിപുണനാണ് നീ. അകീർത്തി ഉണ്ടാക്കും, നിനക്ക് കീർത്തിയില്ലായ്മ ഉണ്ടാക്കും. ആളുകൾ എന്ത് പറയും? ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും കണ്ടിട്ട് പേടിച്ചിട്ട് അർജുൻ ഓടിക്കളഞ്ഞു എന്നേ പറയുള്ളൂ, അല്ലാതെ നിന്റെ അഹിംസാ സിദ്ധാന്തമൊന്നും ആരും എവിടെയും പറയില്ല. മനഃശാസ്ത്രപരമായ അതിവിദഗ്ധമായ ഒരു സമീപനം സാഖ്യയോഗത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ നടത്തിയ ഭഗവാൻ എല്ലാ കാലത്തും എല്ലാ മനുഷ്യരോടും നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അന്ന് 5160 വർഷം മുമ്പ് പറഞ്ഞു, ക്ലൈബ്യം അസ്മഗമപാർത്ഥ നൈതത്തയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരം തപ. വിവേകാനന്ദ സ്വാമികൾക്ക് ഏറെ പ്രിയപ്പെട്ട ശ്ലോകമാണ്. ക്ലൈബ്യം, ആണിനും പെണ്ണിനും ചേരാത്തത്. നപുംസകത്വം, ആ ട്രാൻസ്ജെൻഡേഴ്സ് അതല്ല കേട്ടോ. ചിലപ്പോൾ ജനിക്കുമ്പോൾ കുട്ടികൾ ആണും പെണ്ണും അല്ലാതെ രൂപത്തിലൊക്കെ ജനിക്കും. അവർ ട്രാൻസ്ജെൻഡേഴ്സ് തുല്യ പരിഗണന കൊടുക്കണം. ഇവിടെ അർജുനെ നപുംസകമേ എന്ന് ഭഗവാൻ വിളിച്ചത് ആണിനും പെണ്ണിനും ചേരാത്ത മാനസിക ഭാവത്തിന്റെ ഉടമയായി മാറി അർജുനൻ. ക്ലൈബ്യത്തെ പ്രാപിക്കരുത് പാർത്ഥ. അർജുന എന്ന് വിളിച്ചില്ല. നിന്റെ അമ്മയെ വിചാരിച്ചെങ്കിലും നീ ഒരു ആൺകുട്ടി ആവണോ എന്നാണ് പറഞ്ഞതിനർത്ഥം. പാർത്ഥൻ പൃഥ്വിയുടെ പുത്രൻ, പൃഥ്വി കുന്തിയാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ഹൃദയത്തിന്റെ ദൗർബല്യങ്ങൾ ക്ഷുദ്രമാണ്. അത് നമ്മെ നശിപ്പിച്ചു കളയും. നമുക്കെല്ലാം ജീവിതത്തിൽ എന്തെങ്കിലും ദൗർബല്യങ്ങൾ ഉണ്ടാവാം. ആ ദൗർബല്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ആകപ്പാടെ ഇല്ലാതായി കളയും. നമ്മൾ നേടിയതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർത്ത് കളയും. അതെനിക്കും സംഭവിക്കാം, നിങ്ങൾക്കും സംഭവിക്കാം. ക്ഷുദ്രമാണ് ഹൃദയത്തിന്റെ ദൗർബല്യങ്ങൾ. തെക്തോത്തിഷ്ഠ, ഉത്തിഷ്ഠ, എഴുന്നേറ്റാലും. പരം തപ, ശത്രുക്കളെ ഭയപ്പെടുത്തുന്നവനെ, നീ ഇങ്ങനെ കരഞ്ഞു തളർന്ന് കിടക്കേണ്ടവനല്ല. നീ യുദ്ധത്തിന് തയ്യാറാകണം. നീ പരം തപനാണ്. നോക്കൂ, ഈ 2023 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം വേണ്ടി വന്നു, നടക്കാതിരിക്കട്ടെ. ആ കമാൻഡർ ഇൻ ചീഫായ നമ്മുടെ കരസേനാ മേധാവി യുദ്ധഭൂമിയിൽ വെച്ച് പറയുന്നു, 75 വർഷം മുമ്പ് എൻ്റെ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു പാകിസ്ഥാൻ. ഈ പാകിസ്ഥാനോട് ഞാൻ യുദ്ധം ചെയ്യുവാൻ പാടില്ല. അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് യുദ്ധത്തിന് വന്നു. പക്ഷെ ഞങ്ങൾ ഭാരതീയരാണ്, ഞങ്ങൾക്ക് വിവരമുള്ളവരാണ്, അതുകൊണ്ട് യുദ്ധം പാപമാണ് എന്ന് ഒരു സൈനിക തലവൻ പറഞ്ഞാൽ ആ സൈനിക തലവനെ നമ്മൾ അംഗീകരിക്കുമോ ഇല്ലയോ? ഒരിക്കലും നമ്മൾ അംഗീകരിക്കില്ല. നിങ്ങളുടെ നാട്ടിൽ ഒരു പട്ടാളക്കാരനുണ്ട്. ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധത്തിൽ 10 പാകിസ്ഥാൻ പട്ടാളക്കാരെ അല്ലെങ്കിൽ 100 പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇയാൾ യുദ്ധത്തിൽ കൊന്നു.
ഇദ്ദേഹം തിരിച്ച് ഈ ഭഗവതി ക്ഷേത്രത്തിന്റെ ഈ അങ്കണത്തിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഏത് സ്വീകരണം കൊടുക്കും? അതിഗംഭീരമായ ഒരുപാട് ചക്രങ്ങളും അവാർഡുകളും ഒക്കെ കൊടുക്കും. എന്തിനാ അവാർഡ് കൊടുത്തത്? 100 ആളെ കൊന്നു വന്നതാ. പാകിസ്ഥാനിലെ പട്ടാളക്കാരൻ ആ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പടപൊരുതുമ്പോൾ അയാളെ കൊന്നാൽ ഇന്ത്യൻ പട്ടാളക്കാരന് നമ്മൾ ഒരുപാട് ചക്രങ്ങൾ കൊടുത്ത് ആദരിക്കുന്നു. ഇതേ പട്ടാളക്കാരൻ നാട്ടിൽ ലീവിന് വന്നു, അയൽക്കാരനുമായിട്ട് ഒരു അതിർത്തി തർക്കം ഉണ്ടായി, ഇയാളെ കത്തിയെടുത്ത് കുത്തിക്കൊന്നു. നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് അവാർഡ് കൊടുക്കുമോ? കൊടുക്കില്ല. ചിലപ്പോൾ കോടതി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. ഒരു ഭാഗത്ത് 100 പേരെ കൊന്നപ്പോൾ നമ്മൾ അയാളെ ഒരുപാട് ആദരിച്ചു ലോക സമക്ഷമെങ്കിൽ, ഒരാളെ കൊന്നപ്പോൾ ചിലപ്പോൾ അയാൾക്ക് തൂക്കുകയർ കിട്ടുവാൻ കാരണം കൊലപാതകമല്ല പ്രശ്നം, എന്തിനു വേണ്ടി കൊന്നു എന്നതാണ് പ്രശ്നം. യുദ്ധത്തിൽ കൊലപാതകം പാപമല്ല. രാഷ്ട്രത്തിന്റെയും ധർമ്മത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടി ഓരോ ദിവസവും നമ്മുടെ പട്ടാളക്കാർ എത്രയോ ഭീകരന്മാരെ കൊല്ലുന്നു. ഭീകരന്മാർ ആരും പട്ടികളോ പൂച്ചകളോ അല്ല. ഭീകരന്മാരെല്ലാം മനുഷ്യന്മാരാണ്. മനുഷ്യനായ ഭീകരനെ, മനുഷ്യരായ ഇത്തരം അക്രമികളെ ഓരോ ദിവസവും രാഷ്ട്രത്തിന്റെ പല ഭാഗങ്ങളിൽ രാഷ്ട്രത്തിലെ സൈന്യം കൊന്നുകൊണ്ടിരിക്കുന്നു. എന്തിന്? പാപമാണോ അത്? അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയും ഒരു കടുക് മണിയുടെ തെറ്റ് അതിലില്ല. കാരണം ധർമ്മത്തിന്റെയും രാഷ്ട്രത്തിന്റെയും സംരക്ഷണത്തിനും അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും അക്രമികളില്ലാതാവണം. ഗോവിന്ദച്ചാമി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യായിരുന്ന സൗമ്യയെ കടന്നു പിടിച്ചു പുറത്തേക്ക് വലിച്ചിട്ടു, അവളെ മാനഭംഗം ചെയ്തു, കല്ലുകൊണ്ട് തലക്കടിച്ച് കൊന്നുകളഞ്ഞു. സുപ്രീം കോടതി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഒരു ചോദ്യം, അയാളെ തൂക്കിക്കൊന്നാൽ സൗമ്യ തിരിച്ചു വരുമോ? ഇങ്ങനെയൊക്കെയാണ് ചില സാഹിത്യകാരന്മാർ ചോദിക്കുന്നത്. അയാളെ കൊന്നാൽ സൗമ്യ തിരിച്ചു വരില്ല. പക്ഷേ കോടതി പറയുന്നു, ഗോവിന്ദച്ചാമിയെ വെറുതെ വിട്ടാൽ നാളെ മറ്റൊരു സൗമ്യ ഉണ്ടാകും. മരിച്ചുപോയ സൗമ്യ മോൾ തിരിച്ചു വരില്ല. പക്ഷേ ഇനി സൗമ്യ ഇല്ലാതാകുവാൻ, അത്തരം സൗമ്യമാർ സൃഷ്ടിക്കപ്പെടാതിരിക്കുവാൻ ഗോവിന്ദച്ചാമിയുടെ ആത്മാവിനെ കൊല്ലാൻ സാധ്യമല്ല. പക്ഷെ ഗോവിന്ദച്ചാമിയുടെ ശരീരത്തെ ഇല്ലാതാക്കണം. ചിലരെ നമുക്ക് തിരുത്താൻ പറ്റില്ല. തിരുത്താൻ പറ്റാത്തവരെ ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് ഒസാമ ബിൻ ലാദനെ നമുക്ക് തിരുത്താൻ പറ്റാത്തത്. തിരുത്താൻ പറ്റിയില്ലെങ്കിൽ അവരില്ലാതാവണം. വേണമെങ്കിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന് രാവണനെ ഒന്ന് ഉപദേശിക്കാമായിരുന്നു, ഉപദേശിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരുത്തുവാൻ അവസരം കൊടുത്തിട്ടും തിരുത്തപ്പെടുവാൻ അയാൾ നിന്നു കൊടുക്കാത്തതുകൊണ്ട് ഇയാൾ മാത്രമല്ല കൊല്ലപ്പെട്ടത്, മൂപ്പര് അനുജനായ കുംഭകർണൻ, 2 അക്ഷയകുമാരനും മേഘനാഥനും എല്ലാവരും കൊല്ലപ്പെട്ടു. അതായത് തിരുത്തപ്പെടുവാൻ ഞാൻ തയ്യാറല്ലെന്ന് വാശി പിടിക്കുന്നവനെ തിരുത്തുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ചിലർ പറയാറുണ്ട് ഭഗവത്ഗീത അർജുന് കൊടുക്കുന്നതിന് മുമ്പൊന്ന് ദുര്യോധന് കൊടുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ യുദ്ധമേ ഉണ്ടാകുമായിരുന്നില്ല എന്ന്. യുദ്ധം ഒഴിവാക്കാൻ ഭഗവാൻ ചെന്നു, പാതിരാജ്യം ചോദിച്ചു കൊടുത്തില്ല, കാൽഭാഗം ചോദിച്ചു കൊടുത്തില്ല, 5 പേർക്ക് 5 ഗ്രാമം ചോദിച്ചു കൊടുത്തില്ല, 5 പേർക്ക് 1 ഗ്രാമം ചോദിച്ചു കൊടുത്തില്ല, 5 പേർക്ക് 5 വീട് ചോദിച്ചു കൊടുത്തില്ല, 5 പേർക്ക് 1 വീട് ചോദിച്ചു. മുട്ടുസൂചി കുത്തുവാൻ ഇടം പോലും ഹസ്തിനപുരിയിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൂതനെ പിടിച്ചു കെട്ടാൻ നോക്കി. ദൂതനെ പിടിച്ചു കെട്ടാൻ പാടില്ല, അത് ലോകത്തിൽ അന്നും ഇന്നും നിയമമാണ്. പക്ഷെ ദൂതനെ പിടിച്ചു കെട്ടുവാൻ നോക്കി, ഭഗവാനായതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതിന് ശേഷം ഭീമനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഭീമ, നമുക്കിവരെ തിരുത്താൻ പറ്റില്ല, പക്ഷെ ഇവരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് 100 പേരെയും നീ കൊല്ലണം. അക്ഷരം പ്രതി ഭീമനത് പാലിക്കുന്നു. ഒരൊറ്റണത്തിന് ബാക്കി വെച്ചില്ല, അടിച്ചു കൊന്നുമാണ് ഭീമൻ. കൗരവന്മാരിൽ 100 പേരെയും കൊന്നത് ഭീമനായിരുന്നു. കാരണം ഇവർ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അക്രമങ്ങളും അനീതികളും ലോകത്തില്ലാതിരിക്കണമെങ്കിൽ ആ 100 ശരീരങ്ങളില്ലാതാകണം. ആ ദൗത്യമാണ് ഭീമൻ ഏറ്റെടുത്തത്. അത് ഭഗവാന്റെ നിർദ്ദേശവുമായിരുന്നു. മഹാഭാരതം ടോട്ടൽ പരിശോധിക്കുമ്പോൾ ധർമാധർമ്മങ്ങൾ 2 ഭാഗത്തുണ്ട്. ഇപ്പൊ നമ്മൾ കർണനെ ഇങ്ങനെ പുകഴ്ത്തുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നല്ലതാണ്, കർണൻ നല്ലതാണ്, നന്നായിട്ട് ദാനം ചെയ്യുന്ന ആളാണ്. പക്ഷെ ഈ കർണനെ ആര് കൊന്നു? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തേരിന്റെ ചക്രം താഴേക്ക് ചളിയിലാണ്ട് പോയപ്പോൾ കർണൻ ഉയർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, തക്ക അവസരമാണ് ഇപ്പൊ കൊല്ലണം ഇവനെ എന്ന്. ആ സമയത്ത് കർണൻ തിരിഞ്ഞിരുന്ന് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നു, നിരായുധനായി നിൽക്കുന്ന ഒരാളെ, തേരിന്റെ ചക്രം ചെളിയിൽ പൂണ്ടുപോയി അത് ഉയർത്തുവാൻ പരിശ്രമിക്കുന്ന നിരായുധനായ ഒരാളെ ആയുധം കൊണ്ട് കൊല്ലുന്നത് ശരിയാണോ കൃഷ്ണ? അതിന് ഭഗവാൻ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒക്കെ ഡയലോഗില്ലേ സിനിമയിൽ, അതിനേക്കാൾ എത്രയോ കരുത്തിട്ട ഡയലോഗാണ്. പറഞ്ഞു, കർണ, നീ ഇപ്പൊ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നു അല്ലേ?
കൗരവ സദസ്സിൽ വെച്ച് പാഞ്ചാലിയുടെ വസ്ത്രം അഴിക്കുമ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു. അന്ന് നിന്റെ ധർമ്മബോധം ഞാൻ കണ്ടിട്ടില്ല. ഗുരുവായ പരമേശ്വരനോട്, പരശുരാമനോട് കളവ് പറഞ്ഞുകൊണ്ട് വിദ്യ അഭ്യസിക്കുമ്പോൾ നിന്റെ ധർമ്മബോധം ഞാൻ കണ്ടിട്ടില്ല. അച്ഛനില്ലാത്ത മക്കളെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലുവാൻ പുറത്ത് നീ ഉണ്ടായിരുന്നു. അന്ന് നിന്റെ ധർമ്മബോധത്തെ ഞാൻ കണ്ടിട്ടില്ല. ഭീമന് വിഷം കൊടുത്ത് നദിയിലേക്ക് തള്ളുവാൻ ദുര്യോധനൊപ്പം നീ ഉണ്ടായിരുന്നു. അന്ന് നിന്റെ ധർമ്മബോധത്തെ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ ജീവിതത്തിൽ നീ ധർമ്മം ആചരിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ നീ ധർമ്മത്തെ കുറിച്ച് സംസാരിക്കുന്നു. കാരണം ധർമ്മം ആർക്കുള്ളതാണ്? ധർമ്മയേ വഹദോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും, ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ ധർമ്മം നശിപ്പിക്കും. കാരണം നീ ഇന്ന് ധർമ്മത്തിന്റെ സംരക്ഷണത്തിന്, ആനുകൂല്യത്തിന് നീ അർഹനല്ലാത്തതുകൊണ്ട് നീ മരിക്കപ്പെടണം. അർജുന എയ്യൂ എന്ന് പറഞ്ഞു. അർജുന എഴുതു, തല താഴെ കിടന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ ചില സാഹിത്യകാരന്മാർ കർണനെ ഇങ്ങനെ പൊക്കി വിടുന്നത് അവസാനം ഒരു ചോദ്യമുണ്ട്: ഈ നല്ല കർണനെ ആര് കൊന്നു? അത് ഗുരുവായൂരപ്പൻ കൊന്നു, കൊല്ലിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളോടുള്ള സ്നേഹമൊന്നുമല്ല, കർണനോടുള്ള സ്നേഹവുമല്ല. കർണനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതല്ല, മറിച്ച് കർണനെ ഉയർത്തുമ്പോൾ ചോദ്യം വരുന്നു: ഈ നല്ല കർണനെ കൊന്നവൻ ആര് എന്നതിനു നരനാരായണന്മാരാണ് ശ്രീകൃഷ്ണനും അർജുനും. നരനാരായണന്മാർ ചേർന്ന് ചതിയിലൂടെ കർണനെ കൊന്നു എന്ന് പഠിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ക്ലൈബ്യത്തെ നീ പ്രാപിക്കരുത് അർജുന, നിനക്കിത് ചേരില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു: അശോച്ചാനന്ന ശോചത്വം പ്രജ്ഞ വാദാം ച ഭാഷസേ. ആരെ കുറിച്ചോർത്ത് ദുഃഖിക്കാൻ പാടില്ലയോ, നീ അവരെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ. ആരെ കുറിച്ചോർത്ത് ദുഃഖിക്കാൻ പാടില്ലയോ, അവരെ കുറിച്ചോർത്ത് ദുഃഖിക്കുകയും പ്രജ്ഞാവാദം ച ഭാഷസേ, വലിയ പണ്ഡിതന്മാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. ഗതാസൂന ഗതാം സൂക്ഷ നാനു ശോചന്തി പണ്ഡിത. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ മരിച്ചവരെ കുറിച്ചോ പണ്ഡിതൻ ദുഃഖിക്കുന്നില്ല. കാരണം ജാതസ്യ ധ്രുവോ മൃത്യു, ജനിച്ചാൽ മരണം നിശ്ചയം. എന്റെയും നിങ്ങളുടെയും സർവചരാചരങ്ങളുടെയും ജീവിതത്തിൽ നിശ്ചയമായുള്ള ഒന്നുണ്ട്, അനിശ്ചിതത്വമുള്ള ഒന്നുണ്ട്. അതെന്താണ്? മരണം. നിശ്ചയമായും മരണം വരും. പക്ഷെ അനിശ്ചിതത്വമുണ്ട്. ഇതെപ്പോ വരും എന്നറിയില്ല, നമ്മളെപ്പം മരിക്കും എന്നറിയില്ല. അതിനാണ് ഹിന്ദുക്കൾ വിളിക്കുന്നത് പ്രാരബ്ധം. പ്രാരബ്ധമല്ല, പ്രാരബ്ധം. ഗർഭസ്ഥ പ്രാരബ്ധം. ജനിച്ച ഉടനെ കുട്ടി മരിച്ചുപോയി, ആ കുഞ്ഞിന്റെ പ്രാരബ്ധം കഴിഞ്ഞു. 5-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി, പ്രാരബ്ധം കഴിഞ്ഞു. 20-ാമത്തെ വയസ്സിൽ പാണ്ടിലോറിയുടെ അടിയിലേക്ക് ബൈക്ക് ഓടിച്ച് കയറ്റി മരിച്ചുപോയി, പ്രാരബ്ധം കഴിഞ്ഞു. 50-ാമത്തെ വയസ്സിൽ അറ്റേക്കായി മരിച്ചുപോയി, പ്രാരബ്ധം കഴിഞ്ഞു. ചില ആളുകൾ 110 വയസ്സ് കഴിഞ്ഞാലും മരിക്കില്ല. കിടന്നിടത്തിൽ തന്നെ 1-നും 2-നും പോയി അങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ മലബാറിലൊക്കെ ഒരു സമ്പ്രദായമുണ്ട്: ഇയാൾ ശാക്തേയത്തിൽ കുടുങ്ങിയെന്ന് പറയും. മരിക്കുന്നില്ല, ശ്വാസം മാത്രം ബാക്കി, ഒരു ബോധവും ഇല്ല. അങ്ങനെ കിടന്നിടത്തിൽ വർഷങ്ങളായിട്ട് മലമൂത്ര വിസർജ്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശക്തയത്തിൽ കുടുങ്ങിയെന്ന് പറഞ്ഞിട്ട് മരിക്കാനുള്ളൊരു പൂജയുണ്ട്. ആള് മരിക്കാൻ വേണ്ടി പൂജ എന്താണെന്നറിയില്ല, പൂജ കഴിഞ്ഞ് കുറച്ച് ദിവസം ആള് തട്ടിപ്പോവും. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം പ്രായമായ കുഞ്ഞു മുതൽ 110 വയസ്സുള്ള മുത്തച്ഛൻ വരെ മരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. പ്രാരബ്ധം അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ മരിക്കുള്ളൂ എന്നത് സത്യവുമാണ്. അവിടെയാണ് ഭഗവാൻ പറയുന്നു: ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് പരിഹാരാർത്ഥേ നത്വം ശോചിതുമർഹസി. ജനിച്ചാൽ മരണം നിശ്ചയം, കയ്യിലിരിപ്പ് പോലെ ജന്മവും നിശ്ചയം. നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ആയിരിക്കും അടുത്ത ജന്മം എന്നാണ് പറയുന്നത്. ഇതിലൊരു നിർവാഹമില്ല. ഇതുകൊണ്ട് ദുഃഖിക്കരുത് അർജുന എന്ന് അർജുനോട് പറഞ്ഞപ്പോൾ അർജുനൻ കൺഫ്യൂഷനായി. 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 11-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നു: കാർപ്പണ്യ ദോഷത്താൽ, അജ്ഞതയാകുന്ന ദോഷത്താൽ എൻ്റെ ബുദ്ധി മറഞ്ഞിരിക്കുന്നു ഭഗവാനെ, എന്നെ ഒന്ന് ഉപദേശിക്കൂ, എൻ്റെ ശിഷ്യനാക്കും. അവിടുന്ന് അങ്ങോട്ടാണ് കൃത്യമായിട്ട് ഗീതോപദേശം നടക്കുന്നത്. നമുക്ക് നല്ല ഗുരുനാഥനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല ശിഷ്യനാണ്. നമ്മൾ നല്ല ശിഷ്യഭാവത്തെ പ്രാപിച്ചാൽ നമ്മളെ തേടി നല്ല ഗുരുനാഥൻ എത്തിയിരിക്കും, ഒരു സംശയവുമില്ല. കാർപ്പണ്യ ദോഷത്താൽ, അജ്ഞതയാകുന്ന ദോഷത്താൽ എൻ്റെ ബുദ്ധി മരവിച്ചിരിക്കുന്നതുകൊണ്ട് ധർമ്മമേത് അധർമ്മമേത് എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് സത്യത്തിന്റെ വഴി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങളാണ് ഭഗവത്ഗീത, ഭഗവാന്റെ വാക്ക്. അതിമനോഹരമായ ഉപദേശങ്ങളാണ് ഭഗവാൻ നൽകുന്നത്. അർജുന, നിന്നോട് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ വിവസ്വാനോട് പറഞ്ഞിരുന്നു, സൂര്യനോട് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ, അവിടെയാണ് ശ്രീകൃഷ്ണനെ പരമാത്മാവായിട്ടുള്ള സങ്കല്പത്തിലേക്ക് നാം ഉയരേണ്ടത്. അപ്പൊ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ പറയാ, വിഷ്ണുപാദം പൂകി എന്ന് പറയാം. സത്യത്തിൽ മരണത്തിന്റെ ദേവൻ ശിവനല്ലേ? ശിവപാദം പൂകി എന്ന് പറയാറില്ലല്ലോ. ഈ വിഷ്ണുപാദം പൂകി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വിഷ്ണുവിന്റെ നാഭീകമലത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടാകുന്നത്. വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം സർവവ്യാപി എന്നുള്ളതാണ്. വിഷ്ണുവിനെ ത്രിമൂർത്തി ഭാവത്തിൽ കാണുമ്പോൾ രണ്ടാമത്തെ സ്ഥിതിയുടെ ദേവനാണ്. പക്ഷെ വിഷ്ണുവിനെ ബ്രഹ്മമായിട്ട് കാണുമ്പോൾ ഈശ്വരനാണ് ഏകമേവം അദ്വിതീയം ബ്രഹ്മ, രണ്ടില്ലാത്ത ഒന്നാകും ഈശ്വരനാവും. അപ്പൊ ആ രൂപത്തിലാണ് വിഷ്ണുവിനെ നമ്മൾ ദർശിക്കുന്നത്. അതുകൊണ്ടാണ് ആ പരമാത്മാവിൽ ജീവാത്മാവ് ലയിച്ചു, വിഷ്ണുവിന്റെ പാദങ്ങളെ പൂകി. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു സാഗരത്തോട് ഉപമിക്കാം നമുക്ക്. ആ പരമാത്മാവിന്റെ ഭാഗമായ ജീവാത്മാക്കളാണ് നമ്മളെല്ലാവരും. സാഗരത്തിൽ നിന്നും 10 ലിറ്റർ വെള്ളം മുക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നാൽ അത് സാഗരാണോ? അത് സാഗരല്ല. പക്ഷെ സാഗരത്തിന്റെ സകല രുചികളും ഗുണങ്ങളും ഈ 10 ലിറ്റർ വെള്ളത്തിലുണ്ട്. സാഗരത്തിൽ അത് ദോഷം ചെയ്യോ? സാഗരത്തിൽ 10 ലിറ്റർ വെള്ളത്തിന്റെ കുറവുണ്ടാവും. ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ വീണ്ടും സാഗരത്തിൽ ഒഴിച്ചാലോ? സാഗരമേത്, നമ്മൾ കൊണ്ടുപോയിട്ട് ഒഴിച്ച വെള്ളമേതെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഇതാണ് ജീവാത്മാവ് പരമാത്മാവ്. പരമാത്മാവ് ഈശ്വരൻ. ആ പരമാത്മാവ് നമ്മളിൽ ജീവാത്മാക്കളായിട്ട് പ്രവേശിക്കുന്നു. ആ ആത്മാവ് ശരീരത്തെ സ്വീകരിച്ചാൽ ജനനം, ആത്മാവ് ശരീരത്തെ ഉപേക്ഷിച്ചാൽ മരണം. ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഒരു സുന്ദരിയായ സ്ത്രീ, തൻ്റെ സൗന്ദര്യത്തിൽ ഒരുപാട് അഭിമാനിച്ചിരുന്ന സ്ത്രീ, ഒരു ദിവസം അവരുടെ കാല് മുറിഞ്ഞു. പിറ്റേ ദിവസം ആ മുറിവ് ഉണങ്ങിയില്ല. ദിവസങ്ങളേറെ കഴിഞ്ഞപ്പോഴും മുറിവ് വലുതായി വന്നു. അപ്പൊ മനസ്സിലായി 300-ലാണ് ഷുഗർ കിടക്കുന്നത്. ആകെ തളർന്നു പോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ മരിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കാല് വെട്ടി മാറ്റണമെന്ന് പറഞ്ഞു. കാല് വെട്ടി മാറ്റിയവർ ഒരു കാര്യം മനസ്സിലായി, ഞാൻ കാല് മാറ്റിയപ്പോൾ ഞാൻ ബാക്കിയുണ്ട്. കൈകളിലേക്ക് ഷുഗർ കയറിയപ്പോൾ കൈവെട്ടി മാറ്റാൻ പറഞ്ഞു. കൈവെട്ടി മാറ്റിയപ്പോഴും ആള് ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ കയ്യുമല്ല കാലുമല്ല. ഈ തലച്ചോറിലേക്ക് പഴുപ്പ് കയറുമ്പോൾ കണ്ണെടുത്ത് കളയാൻ പറയും. മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്തരം ആളുകളെ കാണാം, കണ്ണെടുത്ത് കളയും. അങ്ങനെ കണ്ണെടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ സമ്മതിക്കില്ല. പക്ഷേ നാളെ നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണെടുക്കാൻ നമ്മൾ സമ്മതിക്കും. അതിന് പല ശ്ലോകങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ചൊല്ലുകയും ചെയ്യും. അങ്ങനെ കണ്ണെടുത്ത് കളഞ്ഞു. അപ്പൊ കണ്ണല്ല, കയ്യല്ല, കാലല്ല, ഞാനെന്ന് മനസ്സിലായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നാളെ മരിക്കും കേട്ടോ. അപ്പം മരിക്കാതിരിക്കാൻ ഡോക്ടർ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ മെഡിസിൻ കഴിക്കണം. ഈ മെഡിസിൻ കഴിച്ചാൽ ഞാൻ നാളെ മരിക്കില്ല, ഷുവർ മരിക്കില്ല. അങ്ങനെയൊക്കെ ഞാൻ മെഡിസിൻ കഴിക്കാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നിങ്ങളുടെ മൈൻഡ് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ മെന്റലായി പോകും. എന്ന് വെച്ചാൽ നിങ്ങൾ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടു പോകും, വട്ടായി പോകും, ഭ്രാന്തനായി പോകും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗുളിക കുടിക്കുമോ ഇല്ലേ? ഇതാണ് ചോദ്യം. നാളെ നിങ്ങൾ മരിക്കാതിരിക്കാൻ ഈ ഗുളിക കഴിക്കണം. ഈ ഗുളിക കഴിച്ചാൽ നിങ്ങൾ ജീവിക്കും, പക്ഷെ നിങ്ങൾ ഭ്രാന്തനായിരിക്കും എന്ന് പറഞ്ഞാൽ ഗുളിക കഴിക്കുമോ ഇല്ലയോ? നമ്മളിപ്പോൾ കരുതും ഞാനിത് കഴിക്കില്ല എന്നൊക്കെ കരുതും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ വിളിക്കും, ഡോക്ടർ ഈ ഗുളിക ഞാൻ നിർത്തിയാൽ ഞാൻ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുമോ? ഡോക്ടർ പറഞ്ഞു അതിന് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വിഴുകും, ഒരു സംശയമില്ല. കാരണം ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ലോകത്തിൽ ഒരു മനുഷ്യന്, ഒരു ജീവജാലത്തിന് അതിൻ്റെ ജീവനെ അത്രയേറെ പ്രിയമുണ്ട്, അത്രയേറെ ഇഷ്ടമുണ്ട്. അപ്പൊ നമ്മളത് കഴിച്ചു, നമ്മുടെ മൈൻഡ് പഠിച്ചു, ബട്ടായി പോയി, ഭ്രാന്തനായി പോയി എങ്കിൽ, ഞാൻ കയ്യല്ല, കണ്ണല്ല, കാലല്ല, മൂക്കല്ല, നാക്കല്ല, ഞാൻ മനസ്സുമല്ല, ഞാൻ ബുദ്ധിയുമല്ല എങ്കിൽ ഞാൻ ആര്? ഇതാണ് ചോദ്യം. അതിനെയാണ് ഞാൻ ആത്മാവ്, നമ്മൾ ഋഷി പരമ്പര. ഞാൻ മരിച്ചു, എൻ്റെ ഈ ശരീരത്തിലെ അവയവങ്ങൾ ഇത്ര മണിക്കൂറിനുള്ളിൽ എടുത്താൽ മറ്റൊരാൾക്ക് പാകമാണത്. കണ്ണ് കൊടുക്കാം, കരൾ കൊടുക്കാം, ഹൃദയം കൊടുക്കാം. ഞാൻ ഈ ശരീരമായിരുന്നു എങ്കിൽ ഞാൻ മരിക്കുന്നതോടുകൂടി ഈ ശരീരത്തിലെ ഒരു അവയവവും മറ്റൊരാൾക്ക് പ്രവർത്തിക്കാൻ പാകമായിട്ട് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ ശരീരമല്ല. ആയതുകൊണ്ട് ഞാൻ ആത്മാവാണ് എന്ന ബോധ്യം അർജുനനുണ്ടാക്കി. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യാതി സംയാതി നവാനി ദേഹി എന്ന് പറഞ്ഞു കൊടുത്തു. പഴയ വസ്ത്രങ്ങളെ എടുത്തിട്ട് ഉപേക്ഷിച്ച് പുതിയ ഒരു ഷർട്ട് നിങ്ങൾ ധരിക്കുന്നത് പോലെ അർജുന, നിന്റെ ആത്മാവ് നാളെ മറ്റൊരു ശരീരത്തെ പ്രാപിക്കും. ഈ ശരീരത്തെ നീ അഴിച്ചു വെക്കും. നാളെ മറ്റൊരു ശരീരത്തിലേക്ക് നിന്റെ ആത്മാവ് പ്രവേശിക്കപ്പെടും. അതുകൊണ്ട് നീ കൊന്നാലും കൊന്നില്ലെങ്കിലും ഈ കാണുന്ന ആളുകളെല്ലാം മരിക്കും. പക്ഷെ അവരിപ്പം മരണപ്പെടേണ്ടത് ധർമ്മത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സുരക്ഷയ്ക്ക് ആവശ്യമുണ്ട്. നമ്മൾ കൊന്നാലും കൊന്നില്ലെങ്കിലും പാകിസ്ഥാനിലെ ഭീകരൻ മരിക്കും. പക്ഷെ ആ ഭീകരനെ ഇന്ത്യൻ പട്ടാളം വെടിവെച്ച് കൊല്ലുന്നത് അവൻ കടന്ന് ഇങ്ങോട്ട് വന്നാൽ അവൻ ക്ഷേത്രത്തിൽ ബോംബായിട്ട് പൊട്ടിത്തെറിക്കും, അവൻ തീവണ്ടിയിൽ ബോംബായിട്ട് പൊട്ടിത്തെറിക്കും, അവൻ പ്ലെയിനിൽ ബോംബായിട്ട് പൊട്ടിത്തെറിക്കും, അവൻ ആളുകളെ വെടിവെച്ചു കൊല്ലും. അക്ഷതാം ക്ഷേത്രത്തിൽ 36 ഭക്തന്മാരെയാണ് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വെടിവെച്ചു എന്ന് പറഞ്ഞത് ഗുജറാത്തിൽ. ഞങ്ങൾ കഴിഞ്ഞ
2 മാസം മുമ്പ് മുംബൈയിൽ പോയിരുന്നു. അപ്പോൾ ഇന്ത്യ ഗേറ്റ് പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ആ താജ് ഹോട്ടലൊക്കെ കണ്ടു. 186 ഭാരതീയരെയാണ് 2008 കുറച്ച് ഭീകരന്മാർ പാകിസ്ഥാനിൽ നിന്ന് കണ്ണിൽ കണ്ടവരെ മുഴുവൻ വെടിവെച്ചു കൊന്ന ആള്. ആ ഭീകരന്മാരെ എല്ലാം ഒരുപാട് സാഹസ്യമായിട്ട് നമ്മുടെ ഒരുപാട് സൈനികന്മാർക്ക് ജീവൻ കൊടുത്തിട്ടാണ് നമ്മളത് മേജർ ഉണ്ണികൃഷ്ണൻ അടക്കം മരിച്ചുപോയി. അപ്പൊ അങ്ങനെ ഈ ഭീകരനെ ഇല്ലാതാക്കുന്നത്, അക്രമിയെ ഇല്ലാതാക്കുന്നത് അവന്റെ ശരീരത്തെയാണ്, ആത്മാവിനെയല്ല. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം. ഇങ്ങനെ കർമ്മയോഗം എന്താണ്? 3-ാമത്തെ അധ്യായം കർമ്മയോഗമാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ അർജുനന്റെ ചോദ്യങ്ങൾ വ്യത്യസ്ത ദിശകളിലേക്ക് പോയി. ആ ദിശകളിലേക്ക് പോയപ്പോൾ ഞാൻ എന്തിന് കർമ്മം ചെയ്യണമെന്ന് ചോദിച്ചു. എങ്ങനെ കർമ്മം ചെയ്യണം? അപ്പം ഭഗവാൻ പറയുന്നു, കർമ്മണ്യേ വാദികാരസ്തേ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യണം, കർമ്മ ഫലമിച്ഛിക്കാതെ. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്തിട്ട് കൂലി ചോദിക്കരുത് എന്നാണ് അർത്ഥം. EMS അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചത്. അങ്ങനെയല്ല, കർമ്മഫലത്തെ ആശ്രയിക്കാതെ നീ കർമ്മം ചെയ്യണം. കാരണം കർമ്മത്തിന്റെ ഫലം നിനക്ക് നൽകിയിരിക്കും. ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചാൽ 1-ാം തീയതി ശമ്പളം അക്കൗണ്ടിൽ വരും, അത് ഉറപ്പായിട്ട് വരും. പക്ഷേ 1-ാം തീയതി വരുന്ന ശമ്പളത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പഠിപ്പിച്ചാൽ അയാളിലെ അധ്യാപകൻ മരിച്ചുപോയി. അങ്ങനെയുള്ള അധ്യാപകന്മാരുടെ എണ്ണം കൂടുമ്പോഴാണ് വിദ്യാഭ്യാസ മേഖലയും കുത്തഴിഞ്ഞു പോകുന്നത്. നമ്മളും കുത്തഴിഞ്ഞു പോയി. അധ്യാപകൻ പണ്ട് ഞങ്ങളൊക്കെ നാണുകുറുപ്പ് ഭാഷ തക്കും. നാണുകുറുപ്പ് ഭാഷ സ്കൂളിൽ നിന്ന് തല്ലി എന്നറിഞ്ഞാൽ വീട്ടിൽ നിന്ന് അച്ഛനും തല്ലും. കാരണം നാണുകുറുപ്പ് മാഷ് തല്ലണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും എന്ന് അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാം. അതുകൊണ്ട് മാഷ് തല്ലിയാൽ ഞങ്ങൾ ആരും വീട്ടിൽ പറഞ്ഞിരുന്നില്ല. നമ്മൾ അണുകുടുംബമായതുകൊണ്ട് നമ്മൾ തല്ലിയാൽ നാട്ടുകാരും വീട്ടുകാരും മാഷ് ചോദ്യം ചെയ്യാൻ പോകും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? മാഷ് എല്ലാവരെയും എല്ലാ പരീക്ഷയ്ക്കും പാസ്സാക്കിട്ടേക്കും. എൻ്റെ അനുജൻ അധ്യാപകനാണ്. അവൻ പറഞ്ഞു, 6 മാസമായിട്ട് സ്കൂളിൽ വരാത്ത ഒരുത്തനെ 8-ാം ക്ലാസ്സിൽ നിന്ന് 9-ാം ക്ലാസ്സിലേക്ക് പാസ്സാക്കി. അപ്പൊ അതെന്താ ഇങ്ങനെ പാസ്സാക്കാൻ കാരണം? പാസ്സാക്കിയാൽ ഒരു ചോദ്യമില്ല, പക്ഷെ അവരെ ഞാൻ തോൽപ്പിച്ചാൽ ഞാൻ 100 കൂട്ടം പ്രശ്നം നേരിടണം. പാസ്സാക്കിയാൽ ഒരു ചോദ്യമില്ല. SSLC പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ എഴുതി വെച്ചു. അവന് ഇടിയാലും പോലും അവൻ പാസ്സായി. കാരണം തോൽപ്പിച്ചാൽ 100 കൂട്ടം 99.9% വിജയം വേണം. കുത്തഴിഞ്ഞു കിടക്കുകയാണ് പ്രിയമുള്ളവരെ. ഒക്കെ മാറ്റിയിടുക. കാരണം ഈ ഭാരതം പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളെ അതിജീവിച്ചു കഴിഞ്ഞു. പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളിൽ നിന്നും ഇനി വിജയത്തിന്റെ ഘട്ടത്തിലേക്ക് 2030 ഭാരതം വികസിത രാജ്യമാണ്. ഇന്ന് ലോകത്ത് സാമ്പത്തിക ശക്തിയിൽ 5-ാം സ്ഥാനത്താണ് ഭാരതം. നമ്മൾ എല്ലാത്തിനെയും മറികടന്ന് 1-ാമത്തെ സാമ്പത്തിക ശക്തി. കാരണം നമുക്ക് 139 കോടി ജനങ്ങളുണ്ട്. അതിൽ 80 കോടിയോളം യുവാക്കളാണ്. ചൈനയിലാണ് ജനസംഖ്യയെങ്കിലും അവിടെ യുവാക്കളുടെ എണ്ണം വളരെ കുറവാണ്. ഭാരതത്തിന്റെ കരുത്തിനെ ഭാരതം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഭൗതികവും ആധ്യാത്മികവും. അയോധ്യയിലെ രാമക്ഷേത്രം 2024 ജനുവരി 14 ഉദ്ഘാടനം. നമുക്ക് കാണാൻ പോയിട്ട് 64 ഏക്കർ ഭൂമിയിൽ ഭഗവാന്റെ അയോധ്യ തിരിച്ചു വരുന്നു. 7 ഏക്കർ ഭൂമിയാണ് വഴിനട പോലെ. ആളുകൾക്ക് നടക്കാനുള്ള വഴി പോലും 7 ഏക്കറാണ്. 25 കോടി ആളുകളെ ഇയർലി വർഷത്തിൽ പ്രതീക്ഷിക്കുന്നു അവിടെ. ലോകത്തിന്റെ ആധ്യാത്മിക തലസ്ഥാനമായിട്ട് അയോധ്യയും രാമക്ഷേത്രവും മാറുമ്പോൾ ഭൗതികമായ പുരോഗതി നിങ്ങൾ നോക്കിയാൽ മതി. പൻവേലിൽ നിന്ന്, മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്ന് കന്യാകുമാരി വരെ ഒരു റോഡ് കടന്നു പോകുന്നു. അതിൽ 660 കിലോമീറ്ററും നമ്മുടെ കേരളത്തിലൂടെയാണ്. 45 മീറ്ററാണ് ഇതിന്റെ വീതി. 6 വരി പാതയാണ്, 2 സർവീസ് ലൈൻ, 120 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാം. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 6 മണിക്കൂർ മാത്രമേ മാക്സിമം വേണ്ടുള്ളൂ. ഈ റോഡുകളെല്ലാം ഭാരതത്തെ മുഴുവൻ ഒന്നിപ്പിക്കുമ്പോൾ 150 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ട്രെയിനുകൾ ഇതാ 2 മാസം കൊണ്ട് വരാൻ പോകും. വന്ദേ ഭാരത് ട്രെയിനുകൾ. ഞങ്ങൾ കഴിഞ്ഞ മാസം ഗുജറാത്തിൽ പോയപ്പോൾ അവിടെ ബുള്ളറ്റ് ട്രെയിനിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിലേക്കുള്ള ബുള്ളറ്റ് ട്രെയിൻ 350 കിലോ ഏകദേശം വിമാനത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ട്രെയിനുകൾ. ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ വികാസം എന്ന് പറയുന്നത് അവിടെ ഭൗതികമായ വികാസം ഉണ്ടാവണം. നമ്മളെ കുടുംബത്തിന്റെ വികാസം എങ്ങനെയാണ്? സമ്പൽ സമൃദ്ധി ഉണ്ടാവണം. രാവിലെ എഴുന്നേറ്റ് എന്തിനെ കണി കാണാൻ എന്ന് ചോദിച്ചപ്പോൾ ഹിന്ദുക്കൾ പറഞ്ഞു കുറുക്കനെ കണി കാണണമെന്നാണോ പറഞ്ഞത്? അല്ല, കൈവെള്ളയെ കണി കാണണം. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം. എന്തുകൊണ്ടാണ് സരസ്വതി 2ാമതും ലക്ഷ്മി 1ാമതായത്? ഇതൊരു സന്യാസിക്ക് കൊടുത്ത മന്ത്രമല്ല, ഇതൊരു ഗൃഹസ്ഥന് കൊടുത്ത മന്ത്രമാണ്. കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ഗൃഹസ്ഥൻ രാവിലെ എഴുന്നേറ്റ് ചൊല്ലണം, കരാഗ്രേ വസതേ ലക്ഷ്മി. ഞാൻ പണം ഉണ്ടാക്കണം, 10 തലമുറ കൊണ്ടുള്ളത് ഉണ്ടാക്കുവാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മുടെ ഒരു ദൈവത്തിന്റെ പേര് കുബേരൻ എന്നാണ്. 10,000 അംബാനിമാർക്ക് തുല്യമാണ് ഒരു കുബേരൻ. ആ കുബേരനെ ദൈവമാക്കിയിട്ട് വൈശ്രവണ ക്ഷേത്രങ്ങൾ ഭാരതം മുഴുവൻ ഉണ്ടാക്കിയവരാണ് നമ്മൾ ഹിന്ദുക്കൾ. കരാഗ്രേ വസതേ ലക്ഷ്മി. ലക്ഷ്മി ഇവിടെയാണ്. ലക്ഷ്മിയുടെ ഇവിടെ ഒരു കുംഭമുണ്ട്. ആ കുംഭത്തിൽ നിന്ന് സ്വർണ്ണ നാണയം താഴേക്ക് വീഴുന്നത് കണ്ടിട്ടുണ്ടോ? കൈ കാണിച്ചു കൊടുക്കണം. കരമധ്യേ സരസ്വതി. വിദ്യ ഉണ്ടാവണം, അറിവുണ്ടാവണം. വിസ്ഡം ഈസ് ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് റിച്ചസ്.
നമുക്ക് ഒരുപാട് ധനങ്ങളുണ്ട്. ധനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരം എന്ന് പറയുന്ന അറിവാണ്. കൊടുത്താലും തീരാത്തത്, ആർക്കും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തത്, കൊടുക്കുന്തോറും വിളങ്ങുന്നത്, മരണം വരെ കൂടെ ഉണ്ടാവുന്നത് ധനം, അത് അറിവാണ്. അതുകൊണ്ട് സരസ്വതിയെ, വാണി സരസ്വതിയാണ്, അറിവിന്റെ ദേവി സരസ്വതി ദേവി. അപ്പൊ രാവിലെ എഴുന്നേറ്റ് സരസ്വതി ദേവിയെയും ലക്ഷ്മിയെയും ഗോവിന്ദനെയും കണി കണ്ടിട്ട് നമ്മൾ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രത്തിൽ വന്നാൽ ഭഗവതിയുടെ കഴുത്തിൽ ആയിരക്കണക്കിന് പവന്റെ സ്വർണ്ണാഭരണം, കൊടിമരം സ്വർണം പൂശിയിരിക്കുന്നു. ഉത്തരഭാരതത്തിലെ പല ക്ഷേത്രങ്ങളും ശ്രീകോവിൽ തന്നെ സ്വർണ്ണമാണ്. അപ്പൊ ചോദ്യം യുക്തിവാദികൾ ചോദിക്കുന്നു, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ പട്ടിണി കിടക്കുന്ന നാട്ടിൽ ദേവിയുടെ കഴുത്തിൽ എന്തിനാണ് ഇത്രക്കാരം പവൻ? അത് ചെമ്പ് പോരെ, മുത്തു പോരെ, റോൾഡ് ഗോൾഡ് പോലെ, തിരൂർ പൊന്നു പോരെ? ആരുടെ കഴുത്തിൽ? ഭഗവതിയുടെ കഴുത്തിൽ. നാം ക്ഷേത്രത്തിൽ വരുന്നത് എന്തിനാണ്? ക്ഷയത്തിൽ നിന്നും നമ്മെ ഉയർത്തുവാൻ. നാശത്തിൽ നിന്ന് ക്ഷതാത് ത്രായതേതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം. ഞാൻ രാവിലെ വന്നിട്ട് ഭഗവതിയെ കാണുമ്പോൾ, നിറമുള്ള പുഷ്പങ്ങൾക്കിടയിൽ നിലവിളക്കിന്റെ പ്രകാശത്തിൽ സർവാഭരണ വിഭൂഷിതയായ ഭഗവതിയെ കാണുമ്പോൾ, ഞാൻ ദാരിദ്ര്യത്തെ ആരാധിക്കാൻ വന്നവനല്ല, ഞാൻ സമ്പൽ സമൃദ്ധി ആരാധിക്കാൻ വന്നവനാണ്. ഞാൻ എന്തിനു ഉപാസിക്കുന്നുവോ ഞാൻ അതായിത്തീരും. 45 വയസ്സുള്ള ഒരു ലേഡിയോട് ചോദിച്ചു, ഹൗ ആർ യു, സുഖാണോ? അപ്പൊ അവർ പറഞ്ഞു, എന്ത് സുഖം? ഇക്കഴിഞ്ഞ ആഴ്ച വേദന ഇവിടെ ആയിരുന്നു നട്ടലിന്, ഇപ്പൊ അത് ഉയർന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. 5 ഗുളിക ഇന്നേ ഡോക്ടർ കഴിക്കുന്നുണ്ട്, 4 ഗുളിക ഇന്നേ ഡോക്ടർ കഴിക്കുന്നുണ്ട്. എപ്പോൾ ചോദിച്ചാലും രോഗത്തെക്കുറിച്ച് മാത്രം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന അവരെ വിട്ട് രോഗം പോവില്ല. നിങ്ങൾ എന്തിനു ഉപാസിക്കുന്നുവോ ശിവനെ യജിച്ച് ശിവനായി തീരും എന്ന് പറഞ്ഞ പോലെ രോഗത്തെ ഉപാസിച്ച് രോഗിയായി തീരുന്നു, ദാരിദ്ര്യത്തെ ഉപാസിച്ച് ദരിദ്രവാസിയാവുന്നു. അവിടെയാണ് സമ്പൽ സമൃദ്ധിയുടെ കേന്ദ്രങ്ങളാണ് നമ്മുടെ ഓരോ ക്ഷേത്രങ്ങൾ. സമ്പത്തിന്റെ എല്ലാ കാര്യങ്ങളും. ഇത് സന്യാസികളല്ല. സന്യാസം സർവസംഘ പരിത്യാഗം. സംഘം എന്നാൽ ആഗ്രഹം. സർവ ആഗ്രഹങ്ങളെയും ത്യജിച്ച് മണ്ണിലും പിന്നിലും തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും ഈശ്വരനെ കാണുവാൻ കഴിയുന്നവർക്ക് എന്തിനു ക്ഷേത്രം? അവർക്കുള്ളതല്ല ക്ഷേത്രം. ആർക്കുള്ളതാ? നമ്മളെ പോലെയുള്ള വിശ്വാസികൾക്ക്, സാധാരണക്കാർ. ചിദാനന്ദപുരി സ്വാമികൾ ഒരിക്കലും ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവതി എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറില്ല. കാരണം ക്ഷേത്രം ഗൃഹസ്ഥനുള്ളതാണ്. അതുകൊണ്ട് ഗൃഹസ്ഥന്മാരായിരിക്കണം ക്ഷേത്രത്തെ എപ്പോഴും ലീഡ് ചെയ്യേണ്ടത്. വിശ്വാസികളായിരിക്കണം ക്ഷേത്രത്തെ ഭരിക്കേണ്ടത്. ഇന്നലെ സുപ്രീം കോടതിയുടെ പരാമർശം വന്നു. ഏറെ താമസിയാതെ പൂർണ്ണമായിട്ടും നമ്മുടെ ക്ഷേത്രങ്ങൾ വിശ്വാസിയുടെ കൈകളിലേക്ക് വരുന്നു. 1270 കോടി രൂപയുടെ ആസ്തി കെട്ടിക്കിടക്കുകയാണ്. ഗുരുവായൂരപ്പന്റെ ഫണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചില്ല, 1270 അല്ലേ, 1270 കോടി രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആർക്കുണ്ട്? ഗുരുവായൂരപ്പൻ്റെ. എന്നാൽ ഒരു ഹിന്ദുവിന് ഒരു നേരത്തെ കഞ്ഞിവെള്ളം കൊടുക്കുവാൻ ആ ക്ഷേത്രത്തിന് പുറത്ത് അവിടെ ദേവസ്വം ബോർഡ് തയ്യാറാണ്. അപ്പൊ നമുക്ക് പരിഷ്കരിക്കണം. അമ്പസ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയി, ഗുജറാത്തിൽ. ഈ അമ്പസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ ചെന്ന സമയത്ത് ഭഗവാന്റെ ഉണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, ഗണപതി ഒക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിന്റെ വലതുഭാഗത്ത് ഒരു വലിയ ആയുർവേദ ആശുപത്രി. എല്ലാ ദിവസവും ആയിരക്കണക്കിന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിന്റെ വ്യത്യാസമൊന്നുമില്ല, രോഗമുള്ള ആർക്കും അവിടെ വരാം. അവിടുന്ന് സൗജന്യ ചികിത്സ. അവിടെ വലതുഭാഗത്ത് ഒരു ഉദ്യാൻ, ഒരു പാർക്ക് കുട്ടികൾക്ക്. എന്തിനാണ്? അമ്മമാരുടെ കൂടെ അച്ഛന്മാരുടെ കൂടെ കുട്ടികൾ വരുമ്പോൾ കുട്ടികൾക്ക് ഈ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ കുറച്ച് സമയം കാണിച്ചതിന് ശേഷം കുട്ടികൾ അവിടുന്ന് കളിക്കുന്നു. ഇവിടെ നിവേദ്യവും നമ്മുടെ പലതും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് സമയം പിടിക്കുമല്ലോ. അപ്പോൾ കുട്ടികൾ അവിടുന്ന് കളിക്കുന്നു. അതിൻ്റെ മുന്നിൽ ആയിരക്കണക്കിന് പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുന്ന സ്ഥലം, അതിൻ്റെ മുകളിലും താഴെ ഭക്ഷണം, അരി, കടല, ഗോതമ്പ്, പഞ്ചസാരയൊക്കെ അവിടെ വിതറിയിരിക്കുന്നു. ഇടതുഭാഗത്ത് പട്ടികൾക്കുള്ള ഭക്ഷണം. നമ്മുടെ നാട്ടിൽ പട്ടി എങ്ങനെ കൊല്ലാം എന്നതിനെ കുറിച്ചാണ് സർക്കാർ നമ്മളെല്ലാം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടി എങ്ങനെ പേപ്പട്ടിയാകുന്നു എന്ന് ചിന്തിക്കുന്നില്ല. വെള്ളം കിട്ടാതെ തൊണ്ട പൊട്ടി പട്ടി പേപ്പട്ടിയാകുമ്പോൾ നിങ്ങൾ ഉത്തരഭാരതത്തിൽ എവിടെ സഞ്ചരിച്ചാലും വീട്ടിൻ്റെ മുന്നിൽ ഭക്ഷണം വെച്ചിരിക്കും. ഭൂതയജ്ഞം. സർവ്വജീവജാലങ്ങളെയും ഊട്ടുന്നവനാണ് ഒരു അമ്മ. ഭർത്താവിനും മക്കൾക്കും മാത്രം ഭക്ഷണം കൊടുക്കുന്നവരല്ല അമ്മ. സർവ്വജീവജാലങ്ങളെയും വിശപ്പിനെ അകറ്റുന്നവനാണ് അമ്മ. അതുകൊണ്ടാണ് ഒരിക്കൽ പരമേശ്വരൻ പാർവതി ദേവിയെ പരീക്ഷിച്ചു. പാർവതി ദേവിയോട് വെച്ചു, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. പിറ്റേ ദിവസം ഭഗവാൻ ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് ഒരു ചേട്ടയ്ക്കുള്ളിൽ മൂടി വെച്ചു. പാർവതി വൈകുന്നേരം വന്നപ്പോൾ ചോദിച്ചു, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു? എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. ഒരു ഉറുമ്പിന് ഭക്ഷണം കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടല്ലോ, അതിനും ഭക്ഷണം കൊടുത്തു. ആ ചിരട്ട മാറ്റിയപ്പോൾ ഉറുമ്പ് ഒരു അരിമണിയുമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ പാർവതി ദേവിയുടെ കാൽക്കൽ വീഴുകയാണ് പരമേശ്വരൻ. നീ ലോകത്തിന്റെ അമ്മയാണ്, നീ വിശ്വത്തിന്റെ അമ്മയാണ്. അമ്മ എന്നാൽ മക്കൾക്ക് മാത്രം ഭക്ഷണം കൊടുക്കുന്നവനും ഭർത്താവിന് മാത്രം ഭക്ഷണം കൊടുക്കുന്നവളുമല്ല, സർവ്വചരാചരങ്ങളെയും പോറ്റുന്നവളാണ്. അതുകൊണ്ടാണ് ഈ വേനൽക്കാലാണ് ഒരു പാത്രം നിറയെ വെള്ളം പുറത്ത് വെച്ചേച്ചാൽ ധാരാളം പക്ഷികളും മൃഗങ്ങളും വന്ന് കുടിച്ചോളും. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. ഭൂതയജ്ഞം. സർവ്വജീവജാലങ്ങൾക്ക് വെള്ളം കൊടുക്കുക. സ്വർഗം കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ വിശക്കുന്ന ഒരു കിളിക്കൊരു മൈനക്കൊരു തത്തയ്ക്കൊരു കാക്കയ്ക്ക് വെള്ളം കൊടുത്താൽ പുണ്യം ലഭിക്കും. അതുകൊണ്ടാണ് ഹിന്ദുക്കളോട് പറയുന്നു, നിങ്ങൾ ദിവസവും 5 മഹായജ്ഞങ്ങളെ ചെയ്യണം.
ഇത് കേട്ടപ്പോൾ നമ്മൾ എഴുതി അമ്പലത്തിലെ ശാന്തിക്കാരനെ കൊണ്ടുപോയി വലിയ ഹോമകുണ്ടമൊക്കെ തീർത്തിട്ട് അങ്ങനെയൊന്നുമല്ല. പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാമത്തേത് ബ്രഹ്മയജ്ഞം. പഠിക്കുക, പഠിപ്പിക്കുക. എന്തെങ്കിലും ഒരു നല്ല കാര്യം ദിവസവും പഠിക്കണം. ഒരു നല്ല കഥ പഠിക്കുന്നു. 5 വയസ്സുള്ള തൻ്റെ മകന് മടിയിലിരുത്തി അമ്മ പറഞ്ഞു കൊടുത്താൽ അന്നത്തെ ബ്രഹ്മയജ്ഞം കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ ധാരാളം കഥകൾ പഠിക്കണം. 18 പുരാണമുണ്ട്. ഒരു പുരാണത്തിൽ ഏകദേശം 1000കണക്കിന് കഥകളുണ്ട്. 18 പുരാണം എന്ന് പറഞ്ഞൊരു 19,000 കഥ ഉണ്ടാവും. ഒരുപാട് തത്വത്തെ പ്രദാനം ചെയ്യുന്ന നന്മകളുടെ വിജയത്തെ മാത്രം ഉദ്ഘോഷിക്കുന്ന ഈ കഥയാണ് പുരാണം. ഒരു കഥ അമ്മ ദിവസവും തൻ്റെ കുഞ്ഞിനൊന്ന് പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും അന്നത്തെ ബ്രഹ്മയജ്ഞം കഴിഞ്ഞു. നമ്മുടെ പെൺമക്കൾ 13 മുതൽ 19 വരെ, 13 19 അത് അവസാനിക്കും ടീനേജ്, കൗമാരം. കണ്ണിലെ കൃഷ്ണമണി പോലെ ശ്രദ്ധിക്കണം. ഇപ്പോൾ സമയമില്ല. നമ്മുടെ മക്കളോട് ചെയ്യേണ്ട 18 കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത 12 കാര്യങ്ങൾ പിന്നെ പറയാം. അതിന് മക്കളുണ്ടാവരുത്, കാരണം അവർക്ക് വളായി പോകും. അതായത് 13 മുതൽ 19 വരെ അവരുടെ ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനം നടക്കുന്നു. വൈകാരിക ഭാവങ്ങൾക്ക് അവർ അടിമപ്പെടും. ചക്കരെ മുത്തേ കരളെന്ന് 2 വിളിച്ചാൽ അവരെ പ്രേമിച്ച് പോകും. പക്ഷേ ഈ 13 19 കഴിഞ്ഞാൽ 20 ആണ്. 20 കഴിഞ്ഞാൽ 21. അടുത്ത വർഷം മുതൽ വിവാഹപ്രായം പെൺകുട്ടികൾക്കും 21. നമ്മുടെ നാട്ടിൽ വിപ്ലവകാരികൾ ധാരാളമുണ്ട്. ജെൻഡർ ഇക്വാലിറ്റി, ആണിനും പെണ്ണിനും തുല്യ സ്വാതന്ത്ര്യം. അപ്പൊ ആണിന്റെ വിവാഹപ്രായം 21 ആണെങ്കിൽ പെണ്ണിന്റെ എങ്ങനെ 18 ആവുക? അത് 21 ആക്കണ്ടേ? ആക്കണം. പെൺകുട്ടികൾക്ക്, മക്കൾക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനും ജോലി നേടുവാനും പണം സമ്പാദിക്കുവാനുമുള്ള ആർജവത്തെ ഉണ്ടാക്കിയിട്ട് അവളുടെ ജീവിതം അവൾ തിരഞ്ഞെടുക്കണം. ഇല്ലെങ്കിൽ അടിമയെ പോലെ ജീവിക്കണ്ടേ? അങ്ങനെ ജീവിതം തിരഞ്ഞെടുക്കുവാൻ അവളെ പര്യാപ്തമാക്കുന്ന വിദ്യാഭ്യാസവും പ്രായവും അവൾക്ക് പ്രദാനം ചെയ്യണം. അവർ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് 10 വയസ്സിനുള്ളിൽ 16 സ്ത്രീരത്നങ്ങളെ കുറിച്ച് നമ്മുടെ പെൺമക്കൾ അറിയണം. അരുന്ധതി, അനസൂയ, സാവിത്രി, ജാനകി, സതി, ദ്രൗപദി, കണ്ണകി, ഗാർഗി, മീര, ദുർഗാവതി, ലക്ഷ്മി, അഹല്യ, ചന്നമ്മ, രുദ്രമാമ്പ, നിവേദിത, ശാരദാദേവി, പ്രണമ്യ, മാതൃദേവത എന്ന് ശാസ്ത്രം പറയും. വേഗാത്മക സ്തോത്രം പറയും. ഈ 16 സ്ത്രീരത്നം നമ്മളിപ്പോൾ TV തുറന്ന സരിത, സ്വപ്ന ഇതൊക്കെയാണ് കാണുന്നത്. തല്ലിപ്പൊളികൾ. ജീവിതത്തിൽ ഒട്ടും മൂല്യങ്ങൾ പാലിക്കാത്ത സീരിയൽ കാണണ്ട എന്നും ഞാനാരോടും പറയാറില്ല. അതൊക്കെ നിങ്ങളുടെ സൗകര്യം. പക്ഷെ സന്ധ്യക്ക് സീരിയൽ കാണരുത്. സായം സന്ധ്യ എന്ന് പറയുന്നത് വെളിച്ചം പോയിട്ട് ഇരുണ്ട് വരികയാണ്. ഈ സമയത്ത് 3 പേരാണ് നമ്മുടെ വീട്ടിൽ വരിക. ലക്ഷ്മി, സരസ്വതി, ജ്യേഷ്ഠ. ലക്ഷ്മിയും സരസ്വതിയും ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾ ക്ഷണിക്കണം, വിളക്ക് വെച്ച് സ്വീകരിക്കണം. കള്ളനുള്ളിൽ കയറാൻ വിളക്കൊന്നും വെക്കണ്ട, അവൻ പിറകിലെ ജനല പൊളിച്ച് കയറിക്കോളൂ. ജ്യേഷ്ഠ കയറുവാൻ നമ്മൾ ക്ഷണിക്കേണ്ടതില്ല. സായം സന്ധ്യയിൽ വീട്ടിലെ സീരിയലിൽ നായികയുടെ ഭർത്താവ് മരിച്ചു. നായിക നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. ഒരടിക്ക് 5000 രൂപ അവൾക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ അടിക്കരുത്. നായിക നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോൾ ആ വീട്ടുകാർ മുഴുവൻ കരയുമ്പോൾ ഒരു മരണ വീട് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു മരിച്ച വീട്ടിൽ എത്ര ദുഃഖമുണ്ടോ അതേ ദുഃഖം ഈ സീരിയൽ കാണുന്ന കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും ഉള്ളിൽ വരുന്നു. ഇത് സീരിയലാണ്, ഇത് സിനിമയാണെന്നൊക്കെ നമുക്കറിയാം. ആകാശദൂതൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ കരഞ്ഞത് കണ്ടാൽ അറിയാം നമുക്ക്. പക്ഷേ നമ്മളത് ലയിച്ചു പോകുമ്പോൾ സരസ്വതിയും ലക്ഷ്മിയും പുറത്തേക്കാണ് വെയിറ്റ് ചെയ്യുന്നു. അവിടെയാണ് ഹിന്ദുക്കളായ നമ്മളോട് പറയുന്നു, സായം സന്ധ്യ നമ്മുടെ ആചാരങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കൂ. കുട്ടികളോട് ജപിക്കൂ എന്ന് പറയുന്ന ഒരച്ഛനും അമ്മയും നല്ലവരല്ല. നമുക്ക് ജപിക്കാം എന്ന് പറയുന്ന അച്ഛനാണ്, അമ്മയാണ് മാതൃക. കുട്ടിയോട് ജപിക്കുന്ന വെച്ചാൽ കുട്ടി ജപിക്കൊന്നുമില്ല. നമുക്ക് ജപിക്കാം എന്ന് പറയുമ്പോഴാണ് അവരും നമുക്കൊപ്പം കൂടുന്നത്. അവിടെയാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്തായി തീരുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാം. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കേണ്ട കുട്ടി 6 മണിക്ക് എഴുന്നേറ്റില്ല. അമ്മ അടുക്കളയിൽ പോയി വന്നു, 1 പ്രാവശ്യം വിളിച്ചു, കുട്ടി എണീറ്റില്ല. 6:15 കുട്ടി എണീറ്റില്ല. വീണ്ടും അമ്മ വിളിച്ചുകൊണ്ടിരുന്നു. 6 ആയപ്പോൾ അമ്മ സൈകിട്ട് വിളിച്ചു, പോത്ത് പോലെ കിടന്നുറങ്ങാതെ എണീറ്റ് പോടാ എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് അമ്മ വിളി കേൾക്കും, നിങ്ങൾ പോത്തേ എന്ന് വിളിക്കണം. പക്ഷെ ഇതൊരു കുഴപ്പമുണ്ട്, കുട്ടി പോത്തായി തീരും. രാവിലെ നമ്മളിപ്പോൾ 3 അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ജാഗ്രത, മനസ്സും ശരീരവും ഉണർന്നിരിക്കുന്ന അവസ്ഥ. രാത്രി ഉറങ്ങാൻ കിടന്നു, സ്വപ്നത്തിലേക്ക് പോയി. സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ മനസ്സ് 1 മണി 2 മണിയോട് കൂടി സുഷുപ്തിയിലേക്ക് പോകും. മരണത്തിന് തുല്യമായ അവസ്ഥ. ഒരു 3:30-4 മണിക്ക് ശേഷം മനസ്സ് വീണ്ടും സ്വപ്നത്തിലേക്ക് വരും. സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടി കേൾക്കുന്ന സ്വരം, അമ്മ വിളിക്കുന്നു, പോത്തേ 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 എന്ന് വിളിക്കുന്നു. ആദ്യമായിട്ട് ആ ദിവസം കുട്ടി കേൾക്കുന്ന വാക്ക് എന്താണ്? പോത്ത്. എന്നാൽ കാട്ടിൽ ഉറങ്ങിപ്പോയി രാമനോട് വിശ്വാമിത്ര മഹർഷി വിളിച്ചുണർത്തുന്ന ആ വെങ്കടേശ്വര സുപ്രഭാതത്തിന്റെ CD നമ്മുടെ വീട്ടിലുണ്ടാകും.
കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതം. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ. കണ്ടിട്ടില്ലേ? കൗസല്യ സുപ്രജ രാമ, കൗസല്യയുടെ ഏറ്റവും നല്ല മകനായ രാമ. സന്ധ്യ പ്രവർത്തതേ, പ്രഭാത സന്ധ്യ പ്രവർത്തിച്ചു തുടങ്ങി. ഉത്തിഷ്ഠ, എഴുന്നേറ്റാലും. നരശാർദൂല, നരന്മാരിൽ ശ്രേഷ്ഠനായവനെ. കർത്തവ്യം ദൈവമാന്വിതം, നിന്നിൽ അർപ്പിതമായ ഈശ്വരീയ കർമ്മങ്ങളെ ചെയ്യുവാൻ കൗസല്യയുടെ ഏറ്റവും നല്ല മകനായ രാമ എഴുന്നേറ്റാലും എന്ന് പറയുന്നതും പോത്തേ എഴുന്നേറ്റാലും എന്ന് പറയുന്നതും തുല്യമാണ്. തുല്യല്ല. അതുകൊണ്ടാണ് അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. വീട്ടിന്റെ മുന്നിലെ മാവിൽ നിന്ന് ആദ്യത്തെ മാങ്ങ വീണപ്പോൾ അമ്മ പൊട്ടി കരയുന്നു. എന്തിന്? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഉണ്ണിമാങ്ങ ഉണ്ടായപ്പോൾ അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലെ അമ്മലർച്ചെണ്ടെന്നൊടിച്ചാഹ്ലാദിച്ചെടുത്തെത്തി. അത് ഒരു കുല പൊട്ടിച്ചിട്ട് ഈ കുഞ്ഞുണ്ണിക്കുട്ടൻ അമ്മയുടെ അരികിലേക്ക് ഓടി വരികയാണ്. അമ്മ തന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മതിനും എന്ന് കരുതിയിട്ട്. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേനി. മാങ്കനി വീഴുമ്പോൾ ഓടിച്ചെന്നെടുക്കണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. വൈലോപ്പള്ളിയുടെ വൈകാരികമായ കവിതയാണ്. എന്ത് സംഭവിച്ചു? പൈതലിൻ ഭാവം മാറി, വദനാംബുജം വാടി, താമര പോലെ വിടർന്ന ആ മുഖം വാടിപ്പോയി. കൈതവം കാണാക്കണ്ണു കണ്ണുനീർ തടാകമായി. മാങ്കനി വെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ, എനിക്ക് അമ്മയുടെ മാങ്ങ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ കുല അവിടെ എറിഞ്ഞു കളഞ്ഞു. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ കുട്ടി മരിച്ചുപോയി. രോഗം വന്നിട്ടാ മറ്റാവാം. അപ്പോഴാണ് ആദ്യത്തെ പഴുത്ത മാങ്ങ അവിടെ വീഴുന്നത്. അപ്പോഴാണ് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളുടെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് നമ്മളോട് കവി പറയുന്നു. അതുകൊണ്ട് മക്കളുടെ വളർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പരമപ്രധാനമാണ് 10 വയസ്സിന് ചുവട്ടിൽ ഭഗവത്ഗീതയും രാമായണവും എല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇങ്ങനെ അർജുനൻ പിന്തിരിഞ്ഞോടുവാൻ പരിശ്രമിച്ചു. അർജുനൻ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ടും അർജുനന് ഒരു ബോധ്യം വരുന്നില്ല. അങ്ങനെ 11ാമത്തെ അധ്യായം എത്തിയപ്പോൾ അർജുനൻ പറഞ്ഞു, ഭഗവാനെ നിങ്ങൾ ആരാണെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് കാണിച്ചു തരൂ. വിശ്വരൂപ ദർശനം കാണിച്ചു. ഭഗവാന്റെ വിശ്വരൂപം കണ്ടപ്പോൾ അതിൽ ഭയാനകമായ വന്നപ്പോൾ ഈ കൗരവരും പാണ്ഡവരും എല്ലാം തന്നെ ഭഗവാന്റെ പല്ലിനുള്ളിൽപ്പെട്ട് ഞെരിഞ്ഞമരുന്ന രംഗം കണ്ടപ്പോൾ ഭഗവാനെ കണ്ടു ബോധിച്ച് വിറച്ചുപോയ അർജുനൻ പറഞ്ഞു, ശാന്തനാകൂ ശാന്തനാകൂ എന്ന്. ഭഗവാൻ ശാന്തനായി. വിശ്വരൂപ ദർശനം കഴിഞ്ഞിട്ടും അർജുനന്റെ സംശയം മാറിയില്ല. വീണ്ടും വീണ്ടും അർജുനൻ ചോദിച്ചു. അങ്ങനെ 18ാമത്തെ അധ്യായം എത്തി അർജുനന് ഏറെക്കുറെ തൃപ്തിയായി. 18ാമത്തെ അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിൽ 63ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനു കൊടുത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. പ്രിയപ്പെട്ട ഹിന്ദുക്കളെ, ഹിന്ദുവായതിൽ അഭിമാനിക്കേണ്ട ഒരു സ്വാതന്ത്ര്യം. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ. അർജുന, നീ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ തത്വശാസ്ത്രങ്ങളെ മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് നീ ഇതിനെ കണ്ണടച്ച് സ്വീകരിക്കരുത്, വിശ്വസിക്കരുത്. വിമർശതൈതശേഷേണ യഥേച്ഛസി തഥാഗുരു. വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ പഠിക്കൂ, ശരിയെ സ്വീകരിക്കൂ, തെറ്റിനെ തള്ളികളയൂ. ഇത് പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ മതഗ്രന്ഥമേ ഈ ഭൂമിയിലുള്ളൂ. അത് ഹിന്ദുവിന്റെ ഭഗവത്ഗീത മാത്രമാണ്. ഖുറാനും ബൈബിളും നിങ്ങൾ ആവർത്തിച്ച് വായിച്ചോളൂ. നന്മകൾ ധാരാളമുണ്ട്. പക്ഷേ നമ്മളോട് പറയും, ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുവിൻ. ഒരു ഹിന്ദുവും അത് ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്ത് വിശ്വസിക്കണം. അതുകൊണ്ടൊരു ഹിന്ദു ആരായിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ യോഗവാസിഷ്ഠത്തിൽ വാൽമീകി മഹർഷി പറഞ്ഞു, യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാദപി. യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം. അന്യത് യുക്തിരഹിതമായത് തൃണമിവത്യാജ്യം, പുല്ലുപോലെ വലിച്ചെറിയണം. അപ്യുക്തം പത്മജന്മന. സാക്ഷാൽ ബ്രഹ്മാവ് വന്നിട്ട് നമ്മുടെ ബുദ്ധിക്ക് ചേരാത്തത് പറഞ്ഞാൽ ബ്രഹ്മാവിനോട് ഗെറ്റ് ഔട്ട് പറയുവാൻ സ്വാതന്ത്ര്യമുള്ളവന്റെ പേരാണ് ഹിന്ദു. ആ ഹിന്ദുവിൽ ഇതം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാരസംഗ്രഹം. സകല വേദങ്ങളുടെയും സാരസംഗ്രഹമാണ് ഭഗവത്ഗീത. 4 വേദങ്ങളും 5 ഉപവേദങ്ങളും 6 വേദാംഗങ്ങളെയും എല്ലാം കൂട്ടിക്കുഴച്ചിട്ട് അതിനൊരു 1000 ലിറ്റർ പാലിനോട് ഉപമിച്ചാൽ ആ പാല് കടഞ്ഞെടുക്കുന്ന 100 ഗ്രാം നെയ്യുടെ പേരാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത നമുക്ക് ആവശ്യമുള്ളതെല്ലാം പ്രദാനം ചെയ്യുന്നു. എപ്പോഴും പരീക്ഷയിൽ നിന്ന് ഒളിച്ചോടുവാൻ പരിശ്രമിക്കുന്ന, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചോടുവാൻ പരിശ്രമിക്കുന്ന അർജുനന്മാരാണ് നമ്മളെങ്കിൽ നമുക്ക് ഭഗവത്ഗീത വഴികാട്ടിയാണ്.
ഏതൊരു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്കുകളാണോ അർജുനനെ കർമ്മനിപുണനാക്കി തിരിച്ചു വന്നത്, ഈ ഗുരുനാഥനെയും ഭീഷ്മാചാര്യരെയും എല്ലാം കൊല്ലുവാൻ പര്യാപ്തമാകുന്ന രീതിയിൽ അർജുനന്റെ മനക്കരുത്തും കൈക്കരുത്തും വർദ്ധിക്കുവാൻ പര്യാപ്തമാകുന്ന ഉപദേശങ്ങൾ ഏതാണോ 5160 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനെ നിമിത്തമാക്കി എല്ലാ കാലത്തും സമസ്ത ലോകത്തിനും ഭഗവാൻ പ്രദാനം ചെയ്ത ഭഗവത്ഗീത എല്ലാ കാലത്തും പ്രസക്തമാണ്. അതുകൊണ്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്കുള്ള വഴികാട്ടിയാണെന്നും ഭഗവത്ഗീതയെന്ന് വിശ്വവിഖ്യാതനായ ശാസ്ത്രകാരൻ പറയുന്ന മഹാത്മാഗാന്ധി അനാസക്തി യോഗം എന്ന പേരിൽ വ്യാഖ്യാനം എഴുതിയ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ രചിക്കപ്പെട്ടത് ഭഗവത്ഗീതയ്ക്കാണ് എന്ന് നാം അറിയുക. ആയിരക്കണക്കിന് ഗുരുക്കന്മാരും ശാസ്ത്രകാരന്മാരും പുരോഗമന ചിന്താഗതിക്കാരും നവോത്ഥാന നായകന്മാരുമെല്ലാം ഭഗവത്ഗീതയെ വിമർശിച്ചിട്ടുണ്ട്, ഭഗവത്ഗീതയെ സമീപിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത എല്ലാവർക്കും വഴികാട്ടിയാണ്. ആ ഭഗവത്ഗീതയെ നമ്മുടെ നിത്യജീവിതത്തിൽ അറിയുവാനും ആചരിക്കുവാനും തീർച്ചയായിട്ടും ഗീതയെ പഠിക്കുക. ഒരു ദിവസം ഒരു ശ്ലോകം എന്ന രീതിയിലെങ്കിലും ഗീതയെ മനസ്സിലാക്കുമ്പോഴാണ് നാം എത്ര അഭിമാനമുള്ളവരാണ്, നമ്മുടെ ഇവിടെയാണ് ഈ ഫിലോസഫി എല്ലാം പിറന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടോമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളൊന്നും ഇന്ന് ഈ ഭൂമിയിലില്ല. എല്ലാ മതങ്ങളും തകർത്തടിച്ചു കളഞ്ഞു. സിന്ധു നദീതട സംസ്കാരം എന്ന് വിശേഷിപ്പിച്ച ഈ ഭാരതത്തിന്റെ സംസ്കാരം, ഹിന്ദു സംസ്കാരം ഇന്നും ജീവിച്ചിരിക്കുന്നു. 10,000 വർഷം മുമ്പ് പരസ്പരം കണ്ടപ്പോൾ നാം പറഞ്ഞു നമസ്തേ എന്ന്. ഇന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ അവരും പറയും നമസ്കാരം പോലീസ് സ്റ്റേഷൻ എന്ന്. കന്യാകുമാരിയിൽ ജീവിക്കുന്നവൻ കാശ്മീരിൽ ജീവിക്കുന്നവനെ കാണുമ്പോൾ ജയ് റാം എന്ന് പറഞ്ഞാൽ സീതാറാം എന്ന മറുപടി കിട്ടും. 1200 വർഷം മുമ്പ് കാലടിയിൽ ജനിച്ച ശങ്കരൻ വിരിഞ്ഞു പണ്ടൊരു പൊൻതാമരയി ധരിത്രിതൻ കാലടിയിൽ അതേറ്റുവാങ്ങി ചൂടി ജനനി കാശ്മീരത്തിൻ മുടിയിൽ. അതിന്റെ നാലിതൾ വാടാതിന്നും ത്രസിപ്പു 4 മടങ്ങൾ. ഇന്ന് നാം ഓർക്കുക, കാൽനടയായി ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഭാരതത്തിന്റെ 4 കോണുകളിൽ 4 ആശ്രമങ്ങളെ പണിത് ഓരോ ആശ്രമങ്ങൾക്കും ഓരോ വേദത്തെ നൽകിയ ശങ്കരന്റെ, വിവേകാനന്ദന്റെ, ഗുരുദേവന്റെ, ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ഈ നാട്ടിൽ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നവം, പുതിയത്, ഉദ്ധാനം, ഉയർത്തുക, പുതിയതിലേക്ക് ഉയർത്തുക. ഭാരതം ഒരിക്കൽ പറഞ്ഞത് പുതിയതിലേക്ക് ഉയർത്തുവാനല്ല, പഴമയിലേക്ക് പോകുവാൻ പറഞ്ഞു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു, വൈക്കം സത്യാഗ്രഹം നടന്നു. ഹിന്ദുക്കളിൽ ഒരു വിഭാഗം പറഞ്ഞു ഞങ്ങൾക്ക് വൈക്കത്തപ്പനെ കാണണം, ഞങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കാണണം. 920 കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയെ സ്വീകരിക്കുവാൻ ഭാരതം തയ്യാറാകാതെ വന്നപ്പോൾ ഒരു കയ്യിൽ ഭഗവത്ഗീതയും മറുകയിൽ തുളസിമാലയും എടുത്തുകൊണ്ട് ഭാരതത്തിന്റെ റാം മുദ്രാവാക്യവുമായിട്ട് ഹേ റാം രാമരാജ്യ സങ്കല്പം അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ഭാരതം തയ്യാറായി. ഞങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിതരാം എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ കല്യാൺ സിംഗിനെ മുഖ്യമന്ത്രിയാക്കി. കാരണം രാമൻ ഭാരതത്തിന്റെ ആത്മാവാണ്, കൃഷ്ണൻ ഭാരതത്തിന്റെ ആത്മാവാണ്. ഈ ആത്മാവിനെ തൊട്ടു കളിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉയരുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് കാലങ്ങളേറെ, യുഗാബ്ദങ്ങളേറെ കഴിഞ്ഞിട്ടും ഈ ഭാരതം ഇന്നും അത്യുജ്വല ശോഭയോടുകൂടി ലോകത്തിന് മാതൃകയായി, ലോകത്തിന്റെ വെളിച്ചമായി നിൽക്കുന്നത്. ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം ഭാസിൽ രമിക്കുന്നത്. ഭ എന്നാൽ പ്രകാശം, പ്രകാശത്തിൽ രമിക്കുന്ന നാടാണ് ഭാരതം. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇരുകൈകൾ നീട്ടി അവരെ സ്വീകരിച്ചു. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ നമ്മൾ അവരെ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ച് അവർക്ക് ചർച്ച് പണിത് കൊടുത്തു, മറ്റവർക്ക് പള്ളി പണിത് കൊടുത്തു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കുന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും നമ്മൾ ഹിന്ദുക്കൾ അവർക്ക് മാതൃകാ കോളനികൾ പണിത് കൊടുത്തു. പാഴ്സികളുടെ രാജാവ് ഗുജറാത്തിൽ വന്ന സമയത്ത് ഗുജറാത്തിലെ രാജാവ് ഒരു ഗ്ലാസ് പാലെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഒരു നുള്ള പഞ്ചസാര അതിലിട്ട് ലയിപ്പിച്ച് കളഞ്ഞു. പാലിൽ പഞ്ചസാര എന്നതുപോലെ ഞങ്ങൾ ഈ സംസ്കാരത്തിൽ ലയിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ പാഴ്സികൾ അന്ന് വരെ ഗോമാംസം ഭക്ഷിച്ചവരായിരുന്നു. അന്നു മുതൽ അവർ ഗോമാംസം ഉപേക്ഷിച്ചു. ഈ മണ്ണിലേക്ക് നമ്മൾ എല്ലാവരെയും സ്വീകരിച്ചു. പക്ഷേ നമുക്ക് ആ നന്മ പലപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി നക്ഷത്രങ്ങളിൽ ജീവനുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നിട്ടും ഹിന്ദുക്കൾ പ്രാർത്ഥിച്ചു ഓം ദേവ് ശാന്തി, അന്തരീക്ഷം ശാന്തി, പൃഥ്വി ശാന്തി, ശാന്തി ദേവ് ശാന്തി. ശാന്തി നൽകുന്ന ഒരു ദേവി ഉണ്ടെങ്കിൽ ആ ദേവിക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാടാണ് ഹിന്ദുത്വം എന്ന് നാം അറിയണം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ മനുഷ്യരെ പാപികളെന്നും കാഫറുകളെന്നും ദൈവത്തിന്റെ അടിമകളെന്നും അഭിസംബോധന ചെയ്യാതെ കൃണുന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്ന് പറഞ്ഞ ഈ ധർമ്മം, ഈ സംസ്കാരം കാലങ്ങൾ കടന്നു വന്ന് ഈ 2023 വർഷമായപ്പോൾ നമ്മുടെ കൈകളിലാണ് ഈ ധർമ്മവും ഈ ആചാരവും ഉള്ളത്. ഈ ആചാരത്തിന്റെ ബഹുസ്ഫുരണമാണ് നാളെ നടക്കുന്ന പൊങ്കാല സമർപ്പണം എന്നറിയുക. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ 50 ലക്ഷം ആളുകൾ വരുമ്പോൾ, ചക്കുളത്തുകാവൽ പൊങ്കാലയ്ക്ക് 10-25 ലക്ഷം ആളുകൾ വരുമ്പോൾ, ആയിരക്കണക്കിന് അമ്മമാരെ, ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ പൊങ്കാല എന്ന ചടങ്ങിലൂടെ ആകർഷിക്കപ്പെടുന്ന നാട്ടിൽ ഗണപതിക്കൊരു തേങ്ങ ഉടക്കുമ്പോൾ തേങ്ങ എന്ന് പറയുന്ന ആ വലിയ കട്ടിയുള്ള ഫലവൃക്ഷത്തിന്റെ തോട് പൊട്ടിച്ചകത്തേക്ക് കടന്നാൽ മധുരമുള്ള വെള്ളവും
മധുരമുള്ള കാമ്പും നമുക്ക് ലഭിക്കുന്ന പോലെ ഓരോ മനുഷ്യന്റെയും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അയാളുടെ നന്മകൾ അറിയുവാനും സംശീകരിക്കുവാനും നമുക്ക് കഴിയണമെങ്കിൽ നാം സ്വസ്ഥവും ശാന്തവുമായി ജീവിക്കുന്ന ഈ കുടുംബത്തിൽ, സമൂഹത്തിൽ നമ്മുടെ ഉള്ളിൽ ശരിയായ ഭക്തിയും ശരിയായ ജ്ഞാനവും ഉണ്ടാകണം. ആ ജ്ഞാനത്തെയും ഭക്തിയെയും പ്രദാനം ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് നമുക്ക് ക്ഷേത്രങ്ങൾ എന്നറിയുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.